Good afternoon, everyone. So we have Manish Narayan here. So let me give you a short introduction. Manish Narayan is a seasoned journalist and media professional with over 17 years of experience spanning print, television, and digital platforms. He's also the founder of Q, an editor-in-chief of Q, a Malayalam digital interactive news platform that focuses on slower addressing social injustices and systemic inequalities. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് വെച്ചാൽ എങ്ങനെ ചോദിക്കാം, എന്തൊക്കെ ചോദിക്കാം എന്നൊരു സെഷനാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ഇന്നത്തെ മാധ്യമ ലോകം ഒരു അഭിമുഖ യുഗം എന്ന് തന്നെ നമുക്കൊന്ന് വിശേഷിപ്പിക്കാൻ പറ്റാവുന്നതാണ്. കാരണം ഒരു ഇന്റർവ്യൂയിലൂടെയാണ് ഇപ്പോൾ ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വം തന്നെ നിർണ്ണയിക്കപ്പെടുന്ന ഒരു രീതിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ, അതായത് ഇന്റർവ്യൂനുള്ളൊരു പേർപ്പസ് എന്താണ്, ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്താണ് ഇന്റർവ്യൂയുടെ ഒരു റെലവൻസ്? താങ്ക് യു രാഘവ്, താങ്ക് യു ആസിയ. പിന്നെ ഞാൻ രണ്ടാമത്തെ തവണ വരുന്നത് കസേരകളിലെ കളർന്നുമാറ്റിയ പോലെ എനിക്ക് സെയിം ഹാളിലായിരുന്നു. നമ്മളൊരു മീഡിയ ഇൻട്രാക്റ്റീവ് സെഷനായിരുന്നു. വിനോദ് കെ ജോസഫ്, രാജേഷ് ശങ്കറിനായിട്ട് 3 വർഷം മുമ്പ് തോന്നുന്നു. ഇതിലേക്ക് വരാം. എനിക്ക് തോന്നുന്നത് എന്തിനാണ് എന്തിനാണ് ഒരു അഭിമുഖം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം എന്ന രീതിയിലാണ് ഞാൻ അഭിമുഖത്തെ കാണുന്നത്. ഇൻ്റർവ്യൂ എന്നുള്ളതിനേക്കാൾ ഞങ്ങൾ കോൺവെർസേഷൻ എന്നുള്ളതാണ് ഞങ്ങൾ കുറച്ചുകൂടി സീരിയലൈസ് ചെയ്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും ആളോട് പേഴ്സണലി പറയാനുള്ളത് അതിനൊരു ടേക്ക് അവേ വേണം എന്നാണ് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഗിവ് അവേകളുടെ കാലത്താണ്, എല്ലാവരും ഗിവ് അവേ, ഏറ്റവും ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു വാക്ക് ഗിവ് അവേ ആണ്. ഒരു ടേക്ക് അവേ ഉണ്ടാവണം എന്നാണ് കാണുന്നത്. കാരണം നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന കരിയർ ഗൈഡൻസ്, കോച്ചിങ്, ട്യൂഷൻ, അങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾക്ക്, ഓറിയൻറ്റേഷൻ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾക്ക് വലിയ അനുഭവജ്ഞാനമുള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇപ്പോൾ കലാമേഖലയിലോ സാംസ്കാരിക അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ കഴിയുന്നവരുടെ അനുഭവ സമ്പത്തിൻ്റെ, അനുഭവജ്ഞാനത്തിൻ്റെ, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് എക്സ്പെർട്ടുകളായ ആളുകളുടെ വളരെ ആഴമേറിയ വിവരങ്ങളുടെ ശേഖരണം കൂടി ആണ് ഈ സംഭാഷണങ്ങളുടെ ഭാഗമായി അവർ പറയുന്നത്. അവർക്ക് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഫിലോസഫി അവർ പറയുന്നുണ്ടാവും, അവരുടെ പലതരത്തിലെ കാഴ്ചപ്പാട് പറയുന്നുണ്ടാവും, ചില വിഷണറീസ് അവർ മുന്നോട്ട് വെക്കുന്ന ഗംഭീരമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ ഭാവിയിലേക്ക് വഴി തുറക്കുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ രണ്ട് മനുഷ്യർക്കിടയിലുള്ള സംഭാഷണങ്ങളിൽ കൂടെ മൂന്നാമതൊരു മനുഷ്യന് അല്ലെങ്കിൽ മൂന്നാമതോ നാലാമതോ 300-ാമതോ ഉള്ള ഒരാൾക്ക് മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ ജീവിയാകാനുള്ള ഒരു അന്തരീക്ഷമോ സൗകര്യമോ ഈ സംഭാഷണങ്ങൾ പ്രദാനം ചെയ്യണമെന്നാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ രണ്ട് മനുഷ്യർക്കിടയിലും ആസിയോട് സംസാരിക്കുന്ന സമയത്ത് നമുക്കിടയിലുള്ള സംഭാഷണം കൊണ്ട് മൂന്നാമതൊരാൾക്ക് കൂടി ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ക്യൂ എന്ന് എന്തുകൊണ്ട് പ്ലാറ്റ്ഫോമിന് പേരിട്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ക്യൂ എന്ന് പറയുന്നത് ഒരു 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 നോട്ട് ഫോർ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞത് ഒരു ചുവട് കൂടി മുന്നോട്ട് എന്നുള്ളൊരു സംഗതിയാണ്. നമ്മൾ ക്യൂ ചെയ്യാമെന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട്. അപ്പോൾ നമ്മളിപ്പം നിന്നെടുത്ത് ഭയങ്കര സ്റ്റാറ്റിക്കായി നിന്നെടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരെ അല്ലെങ്കിൽ സാമൂഹിക ജീവികളെ നിങ്ങൾ ഒരു ചുവട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കല്ലോ. അപ്പോൾ ആ തരത്തിൽ നമുക്കിടയിലുള്ള മനുഷ്യരെ ചിന്ത കൊണ്ടോ ആലോചന കൊണ്ടോ അല്ല ഏതെങ്കിലും തരത്തിൽ ഒരു പുരോഗമന പരതയിലേക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക്, ആലോചനയിലേക്ക്, ചിന്തയിലേക്ക്, ഭാവനയിലേക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു അടിയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പൊതുവെ സംഭാഷണങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ വരുന്നത്. ഇപ്പോൾ പല സ്വഭാവത്തിലുള്ള ഇൻ്റർവ്യൂസ് കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ ലക്ഷ്യം ഇതാണെന്ന് ഞാൻ കരുതുന്നില്ല. നേരത്തെ പറഞ്ഞു തുടങ്ങി ഈ അഭിമുഖ യുഗം എന്ന് പറയുന്ന സ്ഥലത്ത് ഉറപ്പായും നമ്മൾ പറയാം, നമ്മൾ ഏത് സോഷ്യൽ മീഡിയ ടച്ച് പോയിന്റ് ചെയ്യുന്നത് ഈ സ്നാപ്ചാറ്റും ടിക്ടോക്ക് ഒഴികെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ രണ്ട് നീണ്ട
മൈക്കുകൾക്കിടയിൽ അപ്പുറത്തെ ആളുകൾ ഇരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ഇന്ററാക്ഷൻസ് ആണ്. എല്ലാത്തിനെ കുറിച്ചും ഉപദേശ നിർദ്ദേശ ആലോചനയുണ്ട്. ഞാനൊട്ടും അതിന് ഏതെങ്കിലും തരത്തിൽ തരംതാഴ്ത്തി പറയില്ല. അങ്ങനെ ഈ പറഞ്ഞ ഈ ഇന്റർവ്യൂകൾക്കിടയിലാണ് പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഓവർഫ്ലോ ഉണ്ട്. പൊതുവേ കണ്ടന്റ് ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രളയമുണ്ട്. അതിൽ നീതിപൂർവകമായിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, നമ്മൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വില കൊടുക്കേണ്ട ഒരു വാക്കാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഇത് ഞാൻ മുന്നേ ജനാധിപത്യ ക്രമത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും നമ്മളെടുക്കുന്ന എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഏറ്റവും സൂക്ഷ്മതയുള്ള തെരഞ്ഞെടുപ്പ് കൂടിയായിട്ട് നിങ്ങൾ അഭിമുഖങ്ങളെ കൂടി കാണുന്നതാണ്. അഭിമുഖത്തിനായി തിരഞ്ഞെടുക്കുന്നയാളും ആരുടെ അഭിമുഖം കാണണം എന്നുള്ള കാര്യത്തിൽ പറഞ്ഞത് അതാണ്. ഞാൻ ഈ അഭിമുഖ യുഗം എന്ന് പറയുന്നിടത്ത് ഉറപ്പ് ഈ എല്ലാ ദിവസവും ദൈനംദിന വാർത്തകൾ, വാട്സപ്പ് സ്റ്റാറ്റസുകൾ, കമ്മ്യൂണിക്കേഷനിലൊക്കെ ഈ പറയുന്ന ഇന്റർവ്യൂസിന്റെ ഷോർട്ട് ഫോംസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഞാൻ പറയുന്നത്. അഭിമുഖങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, അതായത് ഞാൻ കുറച്ചുകൂടി ഒരു കോംപ്രഹെൻസീവ് സമഗ്ര സ്വഭാവത്തിൽ നമ്മളൊരാളെ ഫീച്ചർ ചെയ്യുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്ന സമയത്ത് അതിലൊരു ടേക്ക് അവേ ഉണ്ടാവണം എന്നുള്ളതും അയാളുടെ ജീവിതത്തിലേക്കുള്ളൊരു യാത്രയിലൂടെ മറ്റു കുറേ പേർക്കെങ്കിലും ഒരു തുറസ് ഉണ്ടാവണം എന്നുള്ളത്, കുറച്ചൊരു ഓപ്പൺനെസ് ഉണ്ടാവണമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത്. വലിയ ഉത്തരമാണ്, വലിയ ചോദ്യം ചോദിച്ചോളൂ പറഞ്ഞു. ഒരു ഇന്റർവ്യൂവർ എന്നൊരു മേഖലയിലേക്ക് വരുന്നതിന് മുന്നേ ഇന്ത്യ ക്ഷേത്രത്തിലെ തന്നെ ബോക്സ് ഓഫീസ് റിവ്യൂവർ ആയിരുന്നു, മൂവി ക്രിറ്റിക്സ് റിവ്യൂവർ ആയിരുന്നു. അതും റിവ്യൂവിന് തന്നെ ഒരു പുതിയ ശൈലി കൊണ്ടുവന്നത്, അതായത് റോസ്റ്റിംഗ് എന്ന വാക്ക് വരുന്നതിന് മുന്നേ റോസ്റ്റിംഗ് ചെയ്തു തുടങ്ങിയ ആള് എന്ന് എനിക്ക് വിശേഷിപ്പിക്കാമോ എന്നറിയില്ല. പക്ഷേ ഇപ്പൊ തന്നെ പണ്ടത്തെ ചില മൂവീസ്, ഇപ്പൊ സേനാം കാശ്മീരിന്റെ ഒക്കെ തന്നെ റിവ്യൂ ഇന്നും ഇൻസ്റ്റാഗ്രാമിൽ ആ റിവ്യൂ വെച്ചിട്ടാണ് ഇപ്പോഴും ട്രോൾ വീഡിയോസും അതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ റിവ്യൂവറിൽ നിന്ന് ഇപ്പോ റിവ്യൂസ് കുറവല്ലേ, മൂവി ക്രിറ്റിക്സ് ചെയ്യുന്നത് കുറവല്ലേ, അപ്പൊ ഈ ഇന്റർവ്യൂവറിലേക്ക് ഉള്ളൊരു ജേർണി എങ്ങനെയായിരുന്നു? എന്തായിരുന്നു ഇന്റർവ്യൂകളിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് തോന്നിക്കാനുള്ള ഒരു കാരണം? ഈ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോൾ പാഷനാണല്ലോ നമ്മൾ മുൻപിൽ വെക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു പാഷൻ്റെ തുടർച്ചയിലാണ് ഞാൻ ജേർണലിസം സെലക്ട് ചെയ്തത്. ഞാൻ ഒരു അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്ക് വന്ന് അവിടെ ഒരു കരിയറിൽ തുടർച്ച ഉണ്ടാകണമെന്നും അവിടെ വലിയൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു പഠനം പാതി വഴിയിൽ നിർത്തിയിട്ടാണ് ഞാൻ ജേർണലിസ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ റിപ്പോർട്ടിംഗ്, ന്യൂസ് റീഡിങ്ങിലൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇന്ത്യ വിഷൻ്റെ ഒരു മുഴുവൻ സമയ വാർത്താവതാരകനായിരുന്നു. മീൻസ് വോട്ട് ആൻഡ് ടോക്ക് വരുന്ന ചർച്ചയൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു. എനിക്ക് പെട്ടെന്ന് മടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു വാർത്താവതരണം. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെ വരണം. നമുക്ക് ഷേവ് ചെയ്യുന്നതിൽ നിർബന്ധമുണ്ട്, നമ്മുടെ മീശ ട്രിം ചെയ്യുന്നത്, എല്ലാത്തിനും ഞാൻ അത്തരം ഭയങ്കര കണിശതകൾക്കിടയിലാണ് വാർത്ത വായിക്കുക എന്നുള്ളത്. അവിടെ ഞാൻ 2010 ഇന്ത്യ വിഷൻ വന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷോ, ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റോറി കൂടി പറയുന്നതാണ് ബോക്സ് ഓഫീസിൻ്റെ. അന്ന് എക്സിസ്റ്റിംഗ് ഷോയിൽ ടോപ്പ് 5 മൂവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ മൂവിയെ ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് മസന്ത് കി പസന്ത് എന്ന് പറഞ്ഞിട്ട് രാജീവ് മസന്ത്, ഇപ്പോൾ രാജീവ് മസന്ത് ഡർമാറ്റിക്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കരൺ ജോഹറിൻ്റെ ഒരു കമ്പനിയിലാണ് ഭാഗ്യവശാൽ. അപ്പോൾ രാജീവ് മസന്ത് ചെയ്യുന്ന ഷോ, അനുപമ ചോപ്രയുടെ റിവ്യൂസ്, ഭരദ്വാജ് രംഗൻ ഹിന്ദുവിൻ്റെ ഡെപ്യൂട്ടി എഡിറ്ററായി ചെയ്ത ടെക്സ്റ്റ് റിവ്യൂസ്, പിന്നെ കൃഷ്ണമൂർത്തി നമുക്ക് hindulega.com റിവ്യൂസ്, ഇതൊക്കെ നമ്മൾ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട് ഇത് മോഡൽ റിവ്യൂ ഷോ ചെയ്താൽ അടിപൊളിയായിരിക്കുന്നതായിരുന്നു. അപ്പോൾ അതിന് പറ്റുന്ന ഇമ്മ്യൂണിറ്റി ഇൻഡസ്ട്രി സെക്ടറിൽ ഉണ്ടോ നമുക്ക് എന്തായാലും അറിയില്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കാനാണ്. ഇനീഷ്യലി അതിൻ്റെ ഒരു പച്ചക്കൊടി ഇട്ടിട്ട് ജയ്ഹിന്ദ് എന്നാണ്, ജയ്ഹിന്ദ് അത് തുടങ്ങിക്കോളാൻ വേണ്ടി. അപ്പം ഇനീഷ്യലി ശരിക്കും റിവ്യൂ അല്ല തുടങ്ങിയത്, ആ റിവ്യൂവിനേക്കാളും മലയാളത്തിലേക്ക് കോപ്പി അടിച്ചെത്തുന്ന സിനിമകളെയായിരുന്നു കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സിനിമയുടെ പ്രൊമോഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പായിരുന്നു നമ്മൾ ആ സിനിമ കോപ്പി ചെയ്യാന്നുണ്ടെങ്കിൽ ഒറിജിനൽ സീൻസ് ഒക്കെ കാണിച്ചത്. ആ ടെലിവൈസ്ഡ് ഷോ ആണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് പ്രശ്നം വരില്ല. നമുക്ക് ഈ ഒറിജിനൽ സിനിമയൊക്കെ എന്താ മറ്റേ ടോറന്റ് എന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതൊക്കെ ഇടയ്ക്കിട്ടിട്ട് നമുക്ക് ഈ സീനിൽ ഈ നടൻ മലയാളത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചു, ഇതിൻ്റെ ഒറിജിനൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സിനിമയിൽ തുടങ്ങി. പക്ഷെ അത് ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടി. ഒരുപാട് പേര് ജയ്ഹിന്ദിൻ്റെ ലാൻഡ് ഫോണിലൊക്കെ വിളിച്ചിട്ട് ഭയങ്കര അഭിനന്ദനങ്ങൾ കരുതി. പക്ഷെ ഈ പ്രൊഡക്ഷൻ ഹൗസ് ഇന്റർവ്യൂന്ന് പിന്മാറി. പ്രധാനപ്പെട്ട നടൻ ഇന്റർവ്യൂന്ന് പിന്മാറി. ഞാൻ നെയിം ഡ്രോപ്പ് ചെയ്യുന്നില്ല, പിന്മാറി. ഇപ്പോൾ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഇന്റർവ്യൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇന്ത്യ വിഷൻ ജോബ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ വിഷൻ ഞാൻ ഇതേ ഐഡിയ ആലോചിച്ചു. നമ്മൾ എക്സിസ്റ്റിംഗ് ബോക്സ് ഓഫീസ് മാറ്റണമെന്ന്. ഞാൻ അവിടെ എന്റർടൈൻമെന്റ് എഡിറ്ററായിരുന്നു. അപ്പോൾ നമുക്കിത് റിവ്യൂ ഷോ ആക്കിയാലോ. അപ്പോൾ അതിലെന്താ മോഡൽ എന്ന് പറഞ്ഞു. അപ്പോൾ മോഡൽ നൗ ഷോയിങ് എന്ന് പറഞ്ഞാൽ അന്ന് നെറ്റ്വർക്ക് 18 ചെയ്ത് രാജീവ് മസന്തിൻ്റെ ഷോ കാണിച്ചു. ഞാൻ ഇതുപോലെയായിരിക്കും മോഡൽ,
നമ്മൾ ചിലപ്പോൾ ഈ വീക്കിൽ ഇറങ്ങുന്ന സിനിമയുടെ ഇന്റർവ്യൂ 15 മിനിറ്റ് കാണിക്കും, തൊട്ട് പിന്നാലെ ആ സിനിമ നമ്മൾ കണ്ടതിന് ശേഷം അഭിപ്രായം കാണിക്കും. പക്ഷെ ഇതൊരു ബാലൻസ് ഉണ്ട്. പ്രൊമോഷണൽ ഇന്റർവ്യൂസ് ഉണ്ടാവും, പക്ഷെ പടം കൊള്ളില്ല എന്നും പറയും. അത് അതിന്റെ സെക്കൻഡ് ഹാഫ് ആയിരിക്കും. അങ്ങനെ ചെയ്ത് തുടങ്ങാന്ന് പറഞ്ഞു. അത് 2010 ഒരു ഭയങ്കര ലെങ്തി ആൻസർ കേട്ടോ. ഒരു മറ്റേ വർഷത്തിന്റെ പകുതിയിലാണ് ചെയ്യുന്നത്. അന്ന് ഇന്ത്യ വിഷൻ സ്ക്രോൾ അടക്കം വരും ഈ പടം വിജയകരമായി പ്രദർശിക്കുന്നു. ആദ്യം തന്നെ 2 സൂപ്പർ സ്റ്റാറുകളുടെ പടത്തിന്റെ പരസ്യം പോയി കിട്ടി. പിന്നെ അതിന്റെ ബ്രാൻഡ് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജ്വല്ലറി പരസ്യമായിരുന്നു. അപ്പോൾ അവര് നമ്മൾ ഒരു ജ്വല്ലറിയുടെ ആഡ് വന്നതിന്റെ തുടർച്ചയിലാണല്ലോ ഈ കൈൻഡ് ഓഫ് റിവ്യൂ വരുന്നത്. ഈ പടം ഒരു ഇതിലേക്ക് ഇതില്ലെന്ന്. അപ്പോൾ ആ പരസ്യം പിൻവലിക്കപ്പെടുന്ന സാഹചര്യം. അങ്ങനെ കുറേ പരസ്യമൊക്കെ പോയിട്ട്, പക്ഷേ ഇന്ത്യ വിഷൻ എന്നൊരു സ്റ്റാൻഡ് എടുത്തു. റിവ്യൂ ഷോ മലയാളത്തിൽ ഇല്ലല്ലോ. ആ മലയാളത്തിലെ ആദ്യത്തെ ടെലിവിഷൻ മൂവി റിവ്യൂ ഷോ ആണല്ലോ ഇത് കണ്ടിന്യൂ ചെയ്തോളാം. ഇത് കണ്ടിന്യൂ ചെയ്തോളൂ. അന്ന് MK മുനീർ എന്ന് പറയുന്ന ഇന്ത്യ വിഷന്റെ ചെയർമാൻ, മിനിസ്റ്റർ കൂടിയാണ്. പുള്ളിക്ക് ഒരുപാട് കോളുകൾ വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന എന്നെ ഫുൾ എൻ്റെ പ്രായം ഇതിനേക്കാളൊരു 10 വയസ്സിൽ 15 വയസ്സോളം കുറഞ്ഞ സമയത്തായതുകൊണ്ട് ഇതിനേക്കാൾ മറ്റേ ഊർജ്ജവും വീട്ടിലേക്ക് ഉള്ളതുകൊണ്ട് ഞാനത് ചിലപ്പോൾ ഈ നടന് വേണമെങ്കിൽ 6 മാസം ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇറങ്ങുന്ന നല്ല സിനിമകളൊക്കെ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് മെച്ചപ്പെട്ട സിനിമ ചെയ്തുകൂടെ എന്ന് വരെ ചോദിക്കുന്ന ആളുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചതിൻ്റെ പേരിൽ ഒരു നടൻ ഇന്ത്യ വിഷൻ ഓഫീസിൽ വന്നിട്ട് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പുള്ളി നാളെ കാസ്റ്റ് ചെയ്യാതിരിക്കില്ലേ, ഇത് കേൾക്കില്ലേ എന്നുള്ളതൊക്കെ. അങ്ങനെ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര എനിക്കും സങ്കടം തോന്നിയ ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ റിവ്യൂ ഷോ സക്സസ് ആയി. ആ റിവ്യൂ ഷോയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ അന്നും ടെലിവിഷൻ റേറ്റിംഗ് ആയിരുന്നു പ്രധാനം. അന്ന് ടെലിവിഷൻ റേറ്റിംഗിൽ ഇന്ത്യ വിഷന്റെ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്ന തുടർച്ചയായി 2 വർഷം ഏറ്റവും കൂടുതൽ പേര് കണ്ട ഷോ ബോക്സ് ഓഫീസായിരുന്നു. അപ്പം നിങ്ങൾ പോലും എനിക്കൊന്ന് ബോക്സ് ഓഫീസിന്റെ എന്താ പറയുക ഒരു ആഘാതശേഷി കുറഞ്ഞ വേർഷനാണ് ഈ സലാം കാശ്മീർ പോലത്തെ കാണുന്നത്. പക്ഷെ അത്യാവശ്യം അതിനേക്കാൾ ആഘാതമുള്ള കുറേ വേർഷൻസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യ വിഷന്റെ യൂട്യൂബ് അക്കൗണ്ട് ചെയ്തു 10 സ്പോർട്സ് എന്തോ ഒരു കോപ്പിറൈറ്റ് അടിച്ചിട്ട് പോയത് കൊണ്ടാണ് ബോക്സ് ഓഫീസിന്റെ അത്യാവശ്യം എണ്ണത്തിൽ കൂടിയ എപ്പിസോഡ് കാണാത്തത്. ഭാഗ്യവശാൽ ആ എപ്പിസോഡ് ഇന്ത്യ വിഷൻ ആർക്കൈവിലില്ല, യൂട്യൂബിലില്ല. അങ്ങനെയാണ് ആ ഷോയുടെ ജനനം. സ്വാഭാവികമായിട്ട് അന്ന് ഞാൻ ഒരാഴ്ചയിൽ 4-5 സിനിമയ്ക്ക് പോയി കാണുന്ന വെള്ളിയാഴ്ച പടം കാണുന്നു, ശനിയാഴ്ച എൻ്റെ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്യുന്നു, ഞായറാഴ്ച 8:30 പ്രോഗ്രാം ഷൂട്ട് ചെയ്ത്. ഇവിടെ ഇരിക്കുന്നവർ എത്ര പേര് ബോക്സ് ഓഫീസ് കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ല, മീൻസ് ഡെലിവറി ചുമ്മാ എൻ്റെ ഒരു കൗതുകത്തിന് ബോക്സ് ഓഫീസ് കണ്ട ആളുകൾ കൈപോക്കുകയാണെങ്കിൽ ഒരു 5% ഒരു 1% കാണാൻ സാധ്യതയുള്ളൂ. അതൊരു 80 കിഡ്സ് ഫൈവിലായിരുന്നു അതിൻ്റെ ജനനം. ജെൻസിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് നിർത്തിയായിരുന്നു. അതുകൊണ്ടാണ് ആ സലാം കാശ്മീർ ഇത് കൊടുത്തത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയതുകൊണ്ട് ഇപ്പൊ കുറച്ച് പേർക്ക് റിലേറ്റ് ആവും എന്നുള്ള രീതിക്കാണ് ഞാൻ ആ ഒരു എക്സാമ്പിൾ. അല്ല, ഞാനത് എന്തുകൊണ്ട് അവസാനിപ്പിച്ചു വെച്ചാൽ ഞാൻ അതിനുശേഷം 2018 ഞങ്ങൾ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യൂ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള സംഗതിയായിരുന്നു. ഞങ്ങൾ ഒരു ന്യൂസ് പ്ലാറ്റ്ഫോമിന്റെ എഡിറ്റർ എന്നുള്ളതായിരുന്നു. ഞാൻ ഇന്ത്യാവിഷനിലേക്ക് എന്റർടൈൻമെന്റ് എഡിറ്റർ ആയിരുന്നു. എനിക്ക് എന്റർടൈൻമെന്റ് ഫോക്കസ്ഡ് ആയ കാര്യങ്ങൾക്ക് പ്രൈമറി ഫോക്കസ് ചെയ്യായിരുന്നു. ഈ ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂസ് ടീം, എന്റർടൈൻമെന്റ് ടീം ഇതെല്ലാം കൂടി അതിൻ്റെ ഒരു ക്രമീകരണത്തിലേക്കാണ് വന്നത്. പിന്നെ ഞാൻ സിനിമ കാണുന്നത് ഞാൻ തന്നെ സൂപ്പർ സെലക്റ്റീവായി. നേരത്തെ ഞാൻ എല്ലാ ടൈപ്പ് സിനിമയും കാണുമായിരുന്നു. എല്ലാ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കാനൂസ് തിയേറ്ററിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ആദ്യ ഷോയ്ക്ക് പോയിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സന്തോഷ് എൻ്റെ ടേപ്പുമായിട്ട് ആദ്യം വരുന്നത് ഇന്ത്യ വിഷൻ ഓഫീസിലാണ്. എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ സന്തോഷിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിശ്വസിപ്പിച്ച് വിടുകയൊക്കെ ചെയ്തു. ഒരു വലിയ VIP എന്ന് പറഞ്ഞൊരു ഭയങ്കര ഇങ്ങനെ കഷ്ടപ്പെട്ട് തുറക്കുന്ന പെട്ടിയൊക്കെ ഇട്ടിച്ച ജമ്പ് ചെയ്ത് വരുന്ന പെട്ടിയിലൊക്കെ ആദ്യം കാണുന്നൊക്കെയാണ്. അങ്ങനെ എല്ലാ സിനിമയും കാണുന്ന നമുക്ക് പറയാം. നമ്മളിപ്പം ഇൻഡസ്ട്രി ഇറങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏറ്റവും മോശം എന്ന് പറയാവുന്ന സിനിമ കൂടി കണ്ടാലാണല്ലോ ഇത് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ബോക്സ് ഓഫീസ് അന്ന് സ്ട്രൈക്ക് ചെയ്തത് ചില നമ്മളുടെ ഒരു ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ച് ഗുഡ് പോയിന്റുകൾ സെറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 6 മന്ത് റിവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സിനിമ ഇറങ്ങിയതായി വിക്കിപീഡിയ പറയുന്നുണ്ട്, പക്ഷെ പ്രേക്ഷകർക്ക് നാട്ടുകാർക്കോ അറിയില്ല എന്ന് പറയുന്ന അങ്ങനെ സാധനം. ഇപ്പോൾ ഇത് പിന്നെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതെല്ലാം സിനിമയാണെങ്കിൽ ഇതൊരു സിനിമയാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഞാൻ കുറച്ചുകൂടി അങ്ങനെ ഒരു ചില സാധനങ്ങൾ അത് ആ ഹൈലൈറ്റുകളിലാണ് വർക്ക് ചെയ്തത്. പിന്നെ എനിക്ക് അതിൽ എക്സൈറ്റ് ചെയ്യുന്ന കാര്യം ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബോക്സ് ഓഫീസിലെ മുഴുവൻ എപ്പിസോഡും റെക്കോർഡ് ചെയ്തിട്ട് അത് പേഴ്സണൽ കളക്ഷനായിട്ട് എനിക്ക് ഹാർഡ് ഡിസ്കിൽ ഒരാൾ കൊണ്ട് തന്നിട്ടുണ്ട്. മുഴുവൻ എപ്പിസോഡും മാർട്ടിൻ എന്നാണ് പേര്. മാർട്ടിൻ കാതൽ എന്ന് പറയുന്ന സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ആണ്. ഇപ്പോൾ ജിയോ ബേബിയുടെ കൂടെയുള്ള ആളാണ്.
മാർട്ടിൻ കുറേ സിനിമകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. മാർട്ടിൻ ഭയങ്കര മൂവി ബഫായിട്ടുള്ള ആളാണ്. മാർട്ടിൻ്റെ ഇതിൻ്റെ മുഴുവൻ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. മുഴുവൻ എപ്പിസോഡ് ഞാൻ മിസ്സായിപ്പോയി ഇത് ആരും അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമം ഇവരല്ല മിസ്സായിപ്പോയി. മാർട്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു. മാർട്ടിൻ ഞാനത് എടുത്ത് പറയുന്നത് വെച്ചാൽ മാർട്ടിന് ഞാൻ എത്ര എപ്പിസോഡ് ചെയ്തിട്ടുണ്ടോ ആ എപ്പിസോഡിൽ കൊടുത്ത എല്ലാം സ്ട്രിപ്പ് പറയും. അങ്ങനെ സ്ട്രിപ്പ് ഇടുമായിരുന്നു ഇതിൻ്റെ താഴെ എന്താണെന്നുള്ളത്. അപ്പം അത് കുറച്ച് കഷ്ടപ്പെടുന്ന സ്ട്രിപ്പ് ഞാൻ പറഞ്ഞില്ലേ, ലോക്പാൽ പാസ്സാകാതെ പോയ ലാലും ലോക്പാലും അങ്ങനെയായിരുന്നു അതിന് കൊടുക്കുന്നത്. അപ്പോൾ പാപ്പാനില്ലാത്ത താപ്പാനാണ് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും ഫാൻസിന് രണ്ട് രീതിയിലും, അതായത് എനിക്കങ്ങനെ ഒരു തിയേറ്ററിൽ പോയി നമ്മളെ കൈ ഓടി വന്നിട്ട് ഒരാൾ ഷെയ്ക്കാൻ്റെ കൈയൊക്കെ കംപ്ലീറ്റ് 360 ഡിഗ്രി തിരിക്കുന്ന സിനാരിയൊക്കെ നമ്മൾ വലിയ സ്നേഹമാണ് ബോക്സ് ഓഫീസ് ഫാനാണെന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് എത്തിക്കൊടുക്കും. കയ്യിൽ നിന്ന് പിടിച്ച് എൻ്റെ ആക്ടറിനെ ആണല്ലോ നീ ഇങ്ങനെ ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സാധനം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ക്യൂ സ്റ്റുഡിയോയുടെ 6th ഈ വീക്കിൽ നമ്മളുടെ ഒരു 6th ഇയറായി. അപ്പോഴും എന്നോട് ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യുന്നത് ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞ ഷോയുടെ പേരിലാണ്. പിന്നെ ടു ബി ഫ്രാങ്ക് പറയുകയാണ്, അതിനുശേഷം അങ്ങനെ ഒരു ടെലിവിഷൻ മൂവി ഷോ അൻവർ അബ്ദുള്ള, ഇപ്പം സർവകലാശാലയിലുള്ള അൻവർ അബ്ദുള്ള റിപ്പോർട്ടർ ടി വിയിൽ ചെയ്തിരുന്നു. റിവേഴ്സ് ക്ലാസ് എന്ന് പറഞ്ഞത് റിപ്പോർട്ടർ ടി വിയിൽ തന്നെ ഞാൻ അതിനുശേഷം റീടേക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നു കുറച്ച് നാൾ. പക്ഷേ അതല്ലാതെ ഇരിക്കുന്നത് ആ ഷോയ്ക്ക് ശേഷം ആ സ്വഭാവത്തിൽ പിന്നെ ഒരു ഷോ വന്നിട്ടില്ല. ഇപ്പം ഞാൻ തുടരാത്തൊരു കാരണം ഇതാണ്, ഞാൻ അത്രയും സിനിമ കാണാറില്ല. ഇപ്പം ഒരു മാസം തന്നെ 4-5 സിനിമ കാണുന്ന ഒരാൾക്ക് അങ്ങനെ മൂവി ഷോ ചെയ്യാൻ അവകാശമില്ല. ധാർമ്മികമായിട്ട് പറ്റില്ല എന്നാണ് ഞാൻ കേട്ടത്. പണ്ട് തൊട്ട് മൂവി റിവ്യൂസ്, ഇപ്പോൾ സെലിബ്രിറ്റി ഇന്റർവ്യൂസ്, അതിൽ ഇപ്പോൾ ഇന്റർവ്യൂസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മലയാള മീഡിയ ചരിത്രം എടുക്കുകയാണെങ്കിൽ 10-20 വർഷം തൊട്ടേ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത പ്രോഗ്രാമാണ് ഈ കണ്ണാടി പോലുള്ള TN ഗോപകുമാർ സാറിന്റെ. അപ്പോൾ അതേപോലെ ആ ഒരു സ്റ്റാൻഡേർഡ്, അതായത് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഞാനൊരു പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ എനിക്കൊരു ട്രേഡ് മാർക്ക് കീപ്പ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാണ്. അങ്ങനെ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടോ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായും ഇപ്പോൾ 2018 ക്യൂ ആസ് എ കമ്പനി, ഫാക്ടറി മീഡിയ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 1.5 വർഷത്തോളം ഇതിനൊരു റിസർച്ച് മെക്കാനിസം നോക്കിയിരുന്നു. ഞാൻ പേഴ്സണലി കരുതുന്നത് ലോകത്തെ ഏറ്റവും ഉത്തരവാദിത്വമുള്ള ജോലികളിൽ ഒന്നാണ് ജേർണലിസം. ലോകത്തെ ഏറ്റവും ഉത്തരവാദിത്വരഹിതമായി ചെയ്യുന്ന ജോലികളിൽ ഒന്നുകൂടിയാണ് ജേർണലിസം. അപ്പോൾ ഉത്തരവാദിത്വമുള്ളൊരു സംഗതിയാണ്. ഞാൻ തമാശ പറയും, ഞാനൊരു പബ്ലിക് സ്പേസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വരെ കാണിക്കുന്നത് എന്നൊരാൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് കേൾക്കാനാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ആഗ്രഹം കൂടി സഫലീകരിക്കാനുള്ള രീതിയിലാണ് നമ്മളൊരു ഇൻഡിപെൻഡന്റ് മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ളത്. ഞാനൊരു ഇൻഡിപെൻഡന്റ് മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ളതിനേക്കാൾ ഞാനിപ്പോൾ കുറച്ചുകൂടി ഇതായിട്ട് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് സ്വഭാവത്തിലുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മളത്. അതിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റി, ലോങ് റണ്ണൊക്കെ കൃത്യമായി ആലോചിച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. അതിന് ഉറപ്പായി മോഡൽസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം അൽ ജസീറയ്ക്ക് ഒരു AJ+ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് കുറച്ചുകൂടി യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. ഞങ്ങൾ അതിൻ്റെ ഡിസൈൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. വൈസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കുറേ കൂടി യൂത്തിന് കണക്റ്റഡ് ആണ്. ഞങ്ങൾ 18 to 35 ആണ് നമ്മുടെ ഏജ് ഗ്രൂപ്പ്. യൂത്തിന് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റബിൾ ആയിട്ടുള്ള, അവർക്ക് ഒരു തരത്തിലുള്ള സോഷ്യൽ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അവർക്ക് ഈ നേരത്തെ പറഞ്ഞ അവർക്കൊരു കൃത്യമായിട്ട് ടേക്ക് അവേ കിട്ടണം. ഞാൻ ഇതിനെ ഈ വാർത്ത വായിച്ചതെന്ന് തോന്നാത്ത വിധത്തിലുള്ളൊരു ഇൻഡിപെൻഡന്റ് ഡിജിറ്റൽ ഇന്ററാക്റ്റീവ് ന്യൂസ് പ്ലാറ്റ്ഫോം എന്നുള്ളതാണ് ക്യൂ സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ ആലോചിച്ചത്. ക്യൂ സ്റ്റുഡിയോ പറയുമ്പോൾ കുറച്ചുകൂടി ഓതന്റിക് ആയിട്ടുള്ള, ഇപ്പോൾ പിന്നെ ഇതുപോലെ വെറൈറ്റി പോലെ, ഹോളിവുഡ് റിപ്പോർട്ട് പോലെ ഒരു ഫിലിമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം. ഒരു പാസീവ് റീഡിംഗ് അല്ല, ഒരു ഫിലിം മേക്കർ ആവുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം. ഒരു മൂവി ബഫിന്, ഫിലിം എന്തൂസിയാസം ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ളത്. ഒരു ഫിലിം സ്കൂളിനോട് അറ്റാച്ച്ഡ് ആയിട്ട് പോലും ഇത് കാണാവുന്ന തരത്തിലുള്ളൊരു ഇന്ററാക്റ്റീവ് സ്പേസ് ആയിട്ട് ഞാൻ കാണണം എന്നുള്ളതാണ്. നമ്മൾ അത്തരം മോഡൽസ് തന്നെയാണ്. അതായത് നമ്മളൊരു പുതിയ സാധനം സൃഷ്ടിച്ചെടുക്കുകയല്ല ചെയ്തത്. ഒരുപാട് മോഡൽസിനെ പിന്തുടർന്നുണ്ടാക്കുന്നത്. ക്യുൻഡ് പോലൊരു മോഡലായിരുന്നു. ഞങ്ങളുടെ ടെക്നോളജി പാർട്ട്ണർ എന്ന് പറയുന്നത് ഇപ്പോഴും ഞങ്ങളുടെ CMS പ്രൊവൈഡർ ക്യുൻഡ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. നമ്മൾ ആ രീതിയിൽ തന്നെയുള്ള ഒരു പൂർവ്വമാതൃകകളുടെ തുടർച്ചയിലാണ് ക്യൂ ഉണ്ടാക്കിയിരുന്നത്. സ്വാഭാവികമായിട്ടും നേരത്തെ ഈ പറഞ്ഞത് ഒരു പ്രൈമറി സംഗതി ഉണ്ടല്ലോ, ഞങ്ങൾ തന്നെ അൺടൂൾഡ് സ്റ്റീരിയോ ടൈപ്പിലാണ് ക്യൂവിന് ഞങ്ങൾ ഒരു ടാഗ് ലൈൻ ആയിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് എല്ലാ സമയവും അലാമിംഗ് ആയിട്ടുള്ള സാധനം. അതായത് അൺടൂൾഡ് സ്റ്റീരിയോ ടൈപ്പ് എന്നാണ് പറഞ്ഞത്.
ഉണ്ടാക്കുന്ന സ്റ്റീരിയോ ടൈപ്പ് ആവരുത് എന്നും കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുമല്ലോ. അങ്ങനെ ക്യൂവിലെ തന്നെ വീഡിയോസ് നോക്കുമ്പോൾ മൂവി അല്ലെങ്കിൽ മൂവി സ്റ്റാർ ഇന്റർവ്യൂസ് അതല്ല, നിങ്ങൾ എല്ലാ സോഷ്യലി റെലവെന്റ് ഇഷ്യൂസിനെ പറ്റിയും സംസാരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈയിടെ ഇറങ്ങിയ ഒരു വീഡിയോ, ഒരു പ്രിസൺ DIG-നെ വെച്ചിട്ട് ജയിലിലെ കാര്യങ്ങളെ പറ്റി ചോദിക്കുന്ന ഒരു വീഡിയോ. ഇപ്പോൾ സാർ അല്ലെങ്കിലും വേറെ ക്യൂവിലെ തന്നെ വേറെ ഇന്റർവ്യൂസ് ആണെങ്കിലും എന്താ ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നേരത്തെ ചെയ്യാനുള്ളത്? അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്, അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ്? ഒന്ന് നമ്മൾ ദ ക്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, നമ്മുടേതായ 3 പ്ലാറ്റ്ഫോമിൻ്റെയും ഒരു കണ്ടന്റ് ഫിലോസഫി നമ്മൾ എഴുതി രേഖപ്പെടുത്തി നമ്മുടെ കോർ ടീമിനോട് പറയുന്ന ഒരു സാധനമാണ്. ഇതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം, ഇതിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, ഇന്ന ആളുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. നമ്മൾ ഇതിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്ന നമ്പേഴ്സിലല്ല വിശ്വസിക്കും. ഞാൻ എപ്പോഴും ആളുകളോട് കുറച്ചുകൂടി ഒരു ജെൻസി ടൈമിൽ പറഞ്ഞത് വ്യൂ അല്ല, ഷെയർ ആണ് മാറ്റർ എപ്പോഴും പറയും. ഷെയറബിൾ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത്, വ്യൂ എന്നുള്ളത് സെക്കൻഡറി ആണ്. ഷെയർ ആണ് വേണ്ടത്. നിങ്ങൾ ഇത് ഷെയർ ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങൾ, ഇത് നിങ്ങൾ ഷെയർ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊരു കണക്ഷൻ വേണം, റിലേറ്റബിൾ ആണ്, ഐക്യത അടിപ്പെടണമല്ലോ, അതാണൊരു ഇതുള്ളത്. പിന്നെ ഉറപ്പായും നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു ഭരണഘടനയ്ക്കനുസരിച്ച് ഒരു രാജ്യം ഉണ്ടാക്കിയെടുത്തതാണ്, അവിടെ ഒരു ജനാധിപത്യ മാതൃകയുണ്ട്. അവിടെയും മെച്ചപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ ഭരണ അന്തരീക്ഷം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കണം. ജയിൽ പ്രസിഡന്റ് ചുമതലയുടെ DGP എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഭയങ്കര മുൻവിധിയുള്ളവരാണ്. കുറേ ആളുകൾ തടിച്ചു കൊടുത്ത് ചിക്കൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലമായിട്ട് ജയിലിലാണ്. ജയിലിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഈ സുഖവാസം എന്ന് പറയുന്നത്, നമ്മൾ ഫുക്കറ്റ് ബാലി എന്നൊക്കെ പറഞ്ഞ ട്രിപ്പ് ഒരു തിരിച്ചു വരുമ്പോൾ ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ട് ആളുകൾക്ക് വരാമെന്നാണ് വരുന്നത്. പക്ഷേ ഈ തടവ് ജീവിതം എന്ന് പറയുന്നതിൽ നമ്മൾ അത് ഭയങ്കര വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണ്. അവിടെ ഒരു മനുഷ്യൻ നേരിടുന്ന സാമൂഹികവും ഇതായിട്ടുള്ള വല്ലാത്തൊരു ഒറ്റപ്പെടലിൻ്റെ സംഗതി ഉണ്ടല്ലോ. നമ്മൾ ക്രൈമിൻ്റെ ഇത് പക്ഷോ സംഗതിയല്ല പറയുന്നത്, അങ്ങനെ ഒരു സിനാരി ഉണ്ടല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ജയിലിൻ്റെ ചുമതലയുണ്ടായ ജയിലർ പോലുള്ള ഒരാളുടെ ചുമതലയുണ്ടായ ഒരാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് അവിടെ മെച്ചപ്പെടേണ്ടത് എന്ന് പറയാനുണ്ടാവില്ല. അപ്പം നിങ്ങൾ ബ്ലാക്ക് വാറണ്ട് എന്ന സീരീസ് കണ്ടിട്ടുണ്ടോ അറിയില്ല, നെറ്റ്ഫ്ലിക്സ് സ്ട്രീം ചെയ്തിട്ടുള്ള ബ്ലാക്ക് വാറണ്ട് എന്ന സീരീസ് ഉണ്ടായിരുന്നു. വിക്രമാദിത്യ മോഡ്വാനെ ഡയറക്ട് ചെയ്തിട്ടുള്ളത്, ആന്തോളൻ കോൺഫറൻസും പ്രൊഡ്യൂസ് ചെയ്തത്. അത് തിഹാർ ജയിലിലെ ഒരു ജയിലറുടെ പെർസ്പെക്റ്റീവ് കൂടിയാണ്. അപ്പോൾ അവിടെയുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട മനുഷ്യരെ ഏത് രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് അതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ജയിലിനകത്ത്, നമ്മളെപ്പോഴും ജയിൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹീറോയിക് മൊമെന്റ് കണ്ടതുകൊണ്ട് തന്നെ ജയിലിനകത്തെ ഏറ്റവും കഷ്ടപ്പാടുകൾ, യാതനകളും പുറത്തു വരാറില്ല. അപ്പോൾ ആ സംഗതികൾ കൂടി പുറത്തു വരണം. എന്താണ് ഇവിടെ മനുഷ്യർ നേരിടുന്നത്, മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് പുറത്തു വരണം എന്നുള്ള കൺസേണുകളാണ് അത്തരം ആളുകളെ കൂടി കൺസിഡർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒരു മെയിൻ സ്ട്രീം മീഡിയ എന്ന് നമ്മൾ പറയുന്ന ഈ പരമ്പരാഗത മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാത്തതും അവർ ഈ പറയുന്നതിൽ ഒരു വലിയ വ്യൂസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും കരുതി വിട്ടുകളയുന്ന, അല്ലെങ്കിൽ അവർ അടച്ചു കളയുന്ന വാതിലുകൾ തുറന്ന് കുറച്ചുകൂടി മനുഷ്യർക്ക്, ഇപ്പം ഞാൻ കൂടുതൽ മനുഷ്യരെ തുറസിലേക്ക് എത്തിക്കുക, കൂടുതൽ മെച്ചപ്പെട്ട സാമൂഹ്യ ജീവികളെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഏറ്റവും ചെറിയ ശ്രമം. നമ്മൾ വെറുതെ പറയുന്ന ഒരു വിരലനക്കം എന്ന് വേണം പറയാം. നമ്മളൊരു വിരലനക്കമാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഭയങ്കര വലിയ ഒരു പ്രകമ്പനമല്ല ഉണ്ടാക്കുന്നത്. ഒരു വിരലനക്കം ഒരു അങ്ങനെ കുറേ പേര് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തലത്തിൽ ഒരു മെച്ചം സമൂഹത്തിലുണ്ടാവുന്നതാണ് നമ്മൾ കരുതൽ. ഇപ്പോൾ സാറിന്റെ ഇന്റർവ്യൂസ് എന്ന് പറയുമ്പോൾ ഫിലിം സ്റ്റാർസ്, ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിൽ ഫഹദ് ഫാസിലിന്റെ ഇന്റർവ്യൂ ചെയ്യാണ്ട് ഒരു സിനിമയിലെ ആക്ടേഴ്സ്, നോർമലി ഇന്റർവ്യൂസ് നടക്കുമ്പോൾ ഒരു സിനിമയിലെ ആക്ടേഴ്സ് കൂടിപ്പോയി അതിന്റെ ഡയറക്ടേഴ്സിന് ഇന്റർവ്യൂ. പക്ഷെ സാറ് കൊണ്ടുവന്ന ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ അതിന്റെ സിനിമാറ്റോഗ്രാഫേഴ്സിനെ കൂടി ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ട്രെൻഡ് സാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു എക്സാമ്പിൾ പറയുന്നത് ജല്ലിക്കെട്ട് സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ഗിരീഷ് ഗംഗാണ്. അപ്പോൾ പുള്ളിയുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ സാറ് ഒരു സിനിമാറ്റോഗ്രാഫറിനെ പോലെ അല്ലെങ്കിൽ ഒരു അതിന്റെ ടെക്നിക്കൽ സൈഡ്സ് അറിഞ്ഞു വെച്ചിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ അത്രയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ഇന്റർവ്യൂ ചോദിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഇന്റർവ്യൂസ് റിലീസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ സിനിമയായിട്ട് അത്ര അധികം പാഷനുള്ള ആൾക്കാരായിരിക്കും ഓഡിയൻസ്, അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂസ് കണ്ടൊരു കുറച്ച് ആൾക്കാർ കൂടി ചിലപ്പോൾ പുതുതായിട്ട് ഓഡിയൻസ് കിട്ടും. ഇങ്ങനെ അധികം ഓഡിയൻസ് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഈ ഒരു എന്താ പറയാ, അപ്പാർട്ട് ഫ്രം ആക്ടേഴ്സ് വേറെ സിനിമയിലുള്ള ടെക്നീഷ്യൻസിനെ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ ഈ ടെക്നീഷ്യൻസ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ഇത് എത്രത്തോളം റീച്ച് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
പ്രാഥമികമായിട്ടും ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ കാഴ്ചക്കാർ എന്നുള്ള ലക്ഷ്യത്തിലൂന്നിയല്ല നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത്, ഞങ്ങൾ ഗിരീഷ് ഗംഗാധരൻ എന്നൊരാളെ ഡോക്യുമെന്ററി യൂണിറ്റിയാണ്. നോക്കൂ, ജല്ലിക്കെട്ട് പോലത്തെ ഒരു സിനിമയുണ്ട്. ആ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു വിഷ്വൽ കൊറിയോഗ്രാഫി ഉണ്ട്. ആ വിഷ്വൽ കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആ വർഷം ഇറങ്ങിയ സിനിമകളുടെ വിഷ്വൽ കൊറിയോഗ്രാഫി സവിശേഷമായ ഒന്നാണ്. അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടണം. അദ്ദേഹത്തിന്റെ ബോഡി ഓഫ് വർക്ക് എന്നുള്ളത് ഏത് തരത്തിലാണെന്ന് അദ്ദേഹത്തിലൂടെ തന്നെ അറിയണം. സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുണ്ട്, മൂവി ബഫുണ്ട്, സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, സിനിമ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്, സിനിമ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് കൂടി ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇതിലേക്ക് വരണം എന്നാഗ്രഹിച്ചിട്ട് നമ്മളത് ക്യൂറേറ്റ് ചെയ്യാന്ന് പറയും. നമ്മളൊരു ക്യൂറേറ്റഡ് ഇന്റർവ്യൂസ് ആണ് നമ്മളുടെ. നേരത്തെ മുൻനിശ്ചയിക്കപ്പെട്ട ക്യൂറേറ്റഡ് ഇന്റർവ്യൂ ആണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും തയ്യാറെടുപ്പുകളുണ്ട്. ഞാൻ പിന്നെ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളോട് അരമണിക്കൂറെങ്കിലും സംസാരിക്കാൻ കൂടി ശ്രമിക്കാറുണ്ട്. അത് ചിലപ്പോൾ അതൊരു ഐസ് ബ്രേക്കിംഗ് പോലെ ആവാം, അല്ലെങ്കിൽ വേറെ തരത്തിൽ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മുമ്പ് ഞാൻ ഇന്റർവ്യൂകൾ സെഷൻസൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിക്രം എന്ന് പറയുന്ന തമിഴ് സിനിമ കഴിഞ്ഞിട്ട് വിക്രം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലും ഫഹദ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഫഹദ് ആദ്യമായിട്ടൊരു ഇന്ത്യൻ മീഡിയക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് ഞങ്ങൾക്കാണ്, ഞങ്ങളുടെ പ്ലാറ്റ്ഫോം. ശരിക്കും ആ ഇന്റർവ്യൂവിലാണ് ഞങ്ങൾ ക്യൂ സ്റ്റുഡിയോ ലോഞ്ച് ചെയ്യുന്നത്. ഈ ഇന്റർവ്യൂവിന്റെ തുടർച്ചയിൽ നമ്മൾ പെട്ടെന്ന് ഫാദറിനോട് പറയണം, നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലാപ്പിൽ ഞങ്ങൾ ലോഗോ പ്ലേ ചെയ്തുകൊണ്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. സ്വാഭാവികം ആ ഇന്റർവ്യൂവിന്റെ മുമ്പേ ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ അല്ലാതെ സംസാരിക്കുന്നുണ്ട്. ഇന്റർവ്യൂ 1.5 മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ചിലപ്പോൾ ഇത് സൗകര്യമാവാറുണ്ട് പലതരത്തിൽ. ചിലപ്പോൾ പുള്ളി ഈ അടുത്ത് വായിച്ച പുസ്തകം അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ അടുത്ത് കണ്ട സിനിമയുടെ എക്സൈറ്റ്മെന്റ് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആയിട്ട് ആ സമയത്ത് ഇന്റർവ്യൂ മുമ്പ് ചോദിച്ചതാണ്. ഈ വിക്രത്തില് ഫഹദ് പെട്ടെന്ന് ഫഹദ് ആവുന്ന ഒരു മൊമെന്റ് ഉണ്ട്, ഞാൻ നിങ്ങൾ അഡ്മയർ ചെയ്യുന്നു കമൽഹാസനോട് പറയുന്ന മൊമെന്റിൽ, നിങ്ങളുടെ ഫാനാണ് എന്ന് പറയുന്ന മൊമെന്റിൽ നിങ്ങൾ കമൽഹാസനെയാണല്ലോ ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെ കമൽഹാസനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, ക്യാരക്ടറിനോടല്ല. അതങ്ങനെയാണോ? അങ്ങനെ കൂടിയാണോ? അതുകൊണ്ടാണ് എനിക്ക് ആ മൊമെന്റിൽ എന്ന് വെച്ചാൽ ഞാൻ കമൽഹാസനോട് കൂടിയാണ് അഭിനയിക്കുന്നത്, കമൽഹാസനോടാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ കമൽ സാറിനോട് കോമ്പിനേഷൻ ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സാധനമാണ്. എന്നുവെച്ചാൽ അയാൾക്ക് അത്രയേറെ ആദരമുള്ള, അത്രയേറെ ആഗ്രഹമുള്ള ഒരാളുടെ കൂടെ സ്ക്രീൻ ഷെയറിംഗ് ആണ്. അപ്പോൾ ഈ 2 മൊമെന്റിന്റെയും ഒരു കമ്പൈൻഡ് ഇമോഷൻ ചിലപ്പോൾ അതിൽ വന്നേക്കാം എന്നുള്ളത് പറഞ്ഞു. ഇത് ഇന്റർവ്യൂവിന് മുമ്പ് നമ്മൾ വെറുതെ സ്വാഭാവികമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ തുടർച്ചയിൽ ചിലപ്പോൾ ഒരു മൊമെന്റ് വരുന്ന സമയത്ത് ഞാൻ ചോദ്യമായിട്ട് കൂടി ചിലപ്പോൾ ആവർത്തിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് ചോദ്യമായിട്ട് കൂടി സംഭവിക്കണം. അങ്ങനെ കൂടി ചില ഇന്റർവ്യൂസ് ഉണ്ടാവുന്നതാണ്. ഉറപ്പായും ടെക്നീഷ്യൻസ് വരുമ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ, ഇപ്പം നമ്മളെപ്പോഴും പരിഗണിക്കുന്നത് ഈ പറഞ്ഞ മില്യൺ ഡ്രിവൺ സംഗതി ആയതുകൊണ്ട് ഒരു സിനിമയിലെ സൂപ്പർ താരമോ നടനോ നായകനോ നായികയോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ടയർ ചെയ്യുന്ന കുറേ ലിസ്റ്റഡ് ആളുകളെ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഒരു ഫിലിം ഏറ്റവും സക്സസ്ഫുൾ ആയാൽ അതിൻ്റെ ഫിലിം മേക്കർ ആദ്യം ഇന്റർവ്യൂ പെടണമെന്നാണ്. ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന ഞങ്ങളുടെ പോളിസി പോലെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഏത് സിനിമയും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യം വിളിക്കുക അതിൻ്റെ ഫിലിം മേക്കറുടെ ഇന്റർവ്യൂവിനാണ്. ഇപ്പോൾ റൊഷാക്ക് എന്ന് പറഞ്ഞ പടമുണ്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട റൊഷാക്കിന്റെ ഫിലിം മേക്കറുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ഒറ്റ ഇന്റർവ്യൂ ക്യൂവിലാണ്ടായിരുന്നത്. നമ്മളെ സംബന്ധിച്ചാൽ അത് പിന്നീട് അതൊരു നമ്മളുടെ രീതി പോലെയാവുകയാണ്. ഈ പറയുന്ന ഫിലിം മേക്കറുടെ ആശയത്തിൽ നിന്ന്, ആലോചനയിൽ നിന്ന്, ആഗ്രഹത്തിൽ നിന്നുണ്ടാവുന്നതാണല്ലോ സിനിമ. അതിലേക്ക് ബാക്കി എല്ലാവരും വന്ന് ചെയ്യുന്നതാണ്. അപ്പൊ അദ്ദേഹമാണ് ഫീച്ചർ ചെയ്യപ്പെടുന്നതാണ്. കാരണം നമ്മളെപ്പോഴും ബോഡി ഓഫ് വർക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴും ഇരിറ്റുവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇരിറ്റുവിന്റെ നായകനെ കുറിച്ച് നമ്മൾ രണ്ടാമതാണ് സംസാരിക്കുക. നമ്മളങ്ങനെ ഓരോ ഫിലിം മേക്കർ, നോളനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. നോളിന്റെ നായകനെ കുറിച്ചോ പുള്ളി ഉണ്ടാക്കുന്ന ഈ കഥാലോകത്തെ കുറിച്ച് രണ്ടാമതാണ് സംസാരിക്കുക. ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങണം എന്നാണ്. അപ്പം നമ്മൾ ക്യൂ സ്റ്റുഡിയോ കൺസിഡർ ചെയ്യുന്നതും ഫിലിം മേക്കർ എന്നുള്ളതാണ്. മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ എന്നാണ് നമ്മൾ ഈ പറയുന്നത്. ഭയങ്കര ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉള്ള ആളുകളെ പറയുന്നത്. മാസ്റ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു സീരീസാണ് മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറഞ്ഞ സംഭവം സീരീസ് ഉണ്ടായിരുന്നു. പ്രിയൻ സാറിന് 2 മണിക്കൂറാണ് ഞങ്ങൾ റിലീസ് ചെയ്തത്. സിബി സാറിൻ്റെ ഏതാണ്ട് 2.5 മണിക്കൂർ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ദിവസമാണ് ഇന്റർവ്യൂ ചെയ്തത്. അത് രാവിലെ അദ്ദേഹത്തിന് വീട്ടിൽ പോയി അതിനിടെ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും ബ്രേക്ക് എടുക്കുന്നു. അപ്പോൾ ഒരു 11 മണിക്ക് തുടങ്ങി 4 മണി വരെയുള്ള ഒരു ഇന്റർവ്യൂ സീരീസ് ആണ്. ഫുൾ ഡേ ഇന്റർവ്യൂ സീരീസ് ആണ്. വേറെ ദിവസത്തേക്ക് വേറെ സ്റ്റേറ്റിലേക്ക് മാറ്റി വെക്കാതെയാണ്. അതുപോലെ മാസ്റ്റേഴ്സിന് നമുക്ക് കിട്ടുന്നത് കൊണ്ടുകൂടിയാണ് അവരുടെ ഈ പറഞ്ഞ ചലച്ചിത്ര യാത്ര, ബോഡി ഓഫ് വർക്ക്, അവരുടെ ഒരു വിഷ്വൽ അപ്രോച്ച്, സോങ് ചിത്രീകരിച്ച രീതി, ഓരോ മെമ്മറബിൾ മൊമെന്റ്സ് ഒക്കെ അവർ പറയാൻ കൂടി തയ്യാറാവുന്നതുകൊണ്ടുകൂടിയാണ്. ഞങ്ങൾ ഇതിലൊരു എന്താ പറയുക, ഇതിലൊരു ഒരു പൊരുത്തത്തിന്റെ സൗകര്യമുണ്ട്. അവർ കൂടി ഏത് തരത്തിൽ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിൽ ഭയങ്കര വലിയ ആൻസർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു.
ഈ ഇന്റർവ്യൂകളിൽ ബോൾഡ് ആവുക എന്നുള്ളത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ സ്പിരിറ്റ് സിനിമയിൽ മോഹൻലാല് നടത്തുന്ന ഒരു ഇന്റർവ്യൂല് തിലകൻ ടിവിയിൽ കൂടെ കണ്ടിട്ട് പറയില്ലേ, അങ്ങ് ചോദിക്കടാ മോനെ, അങ്ങനെ. അതുപോലെ തന്നെ പല ഇന്റർവ്യൂകൾ കാണുമ്പോൾ ഓഡിയൻസിന് തോന്നും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൊള്ളാം. അതായത് ഇന്നത്തെ കാലത്ത് പറയേണ്ട കാര്യങ്ങൾ പലതും പറയാതെ പോകുന്ന ഒരു കാലമാണ്. എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് അറിയാത്ത തരം ഇന്റർവ്യൂസ്, എന്തും ചോദിക്കാം എന്നുള്ളതായി ഇന്റർവ്യൂസ്. ഇപ്പോൾ സാറിന്റെ തന്നെ ഒരു ഇന്റർവ്യൂല്, പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂല് സാറ് തന്നെ പറയും, പൃഥ്വിരാജിന്റെ മുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, ബ്രോ ഡാഡി എനിക്ക് വർക്കായിട്ടുള്ള ഒരു സിനിമയല്ല. അപ്പോൾ ഇങ്ങനെ ഗസ്റ്റിനോട് സ്വന്തം ഒപ്പീനിയൻസ് തുറന്നു പറയുന്നത് അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഗസ്റ്റിനോടാണോ അതോ ഇന്റർവ്യൂവിന് വരുന്ന എല്ലാ ഗസ്റ്റിനോടും അങ്ങനെ പറയാൻ സാധിക്കാറുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രീ പ്ലാനിൽ ഒരു അസുഖകരമായ 5 ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ഇദ്ദേഹത്തെ ഒന്ന് പൊളിച്ചെടുക്കേക്കാം എന്നുള്ള മുൻവിധിയിലും സമീപിക്കാറില്ല. ഞാൻ സ്വാഭാവികമായിട്ടും ഞാനിപ്പോഴും പറയാം, അതൊരു സംഭാഷണ മധ്യം നമ്മൾ പറയില്ലേ, ഒരു കോൺവെർസേഷൻ പറഞ്ഞു. ഞാൻ ആസിയോട് സംസാരിച്ച സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ഓക്കെ ഈ കാര്യത്തിൽ ഈ രീതിയിൽ നേരത്തെ കുറിച്ച് സംസാരിച്ചത് എനിക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നൊരു സംഭാഷണത്തിന്റെ തലമുണ്ട്. ഞാൻ പേഴ്സണലി കരുതുന്നത് പൃഥ്വിരാജിന് ഏറ്റവും കൂടുതൽ തവണ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആൾ ഞാനാണ്. നമ്പേഴ്സ് ഏറ്റവും കൂടുതൽ തവണ. ചില ഇന്റർവ്യൂസിനെ പറ്റി ഇത് ഞാൻ 5 വർഷം മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂ പുള്ളി ഞാൻ മനീഷോട് ഇന്ത്യ ആവശ്യമുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ള പുള്ളിക്ക് അങ്ങനെ എന്താ പറയുക ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി, എന്താ പറയുക ഒരു മെമ്മറിയുടെ കൃത്യമായ സംഗതിയുണ്ട്. അപ്പം ഞാൻ നോക്കുന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ സ്വന്തമായിട്ട് പറയാനുള്ളത്, ഞാൻ നിലപാട് എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത്, സിനിമയുമായി ബന്ധപ്പെട്ട് കുറച്ചൊരു ക്ലാരിറ്റിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. ആ ഇന്റർവ്യൂവിൽ തന്നെ ശ്രദ്ധിച്ചറിയാം. അതിന് തൊട്ടുമുള്ള ഇന്റർവ്യൂവിൽ പുള്ളി എമ്പുരാനും ലൂസിഫറിനെയും കുമ്പളങ്ങി നൈറ്റ്സിനെയും കുറിച്ച് പറയുമ്പോൾ പുള്ളി പറയുന്നത്, കുമ്പളങ്ങി നൈറ്റ്സ് ചില സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരു മേൽത്തരം സിനിമകൾ എന്ന് പറയുകയും ഇപ്പം ഈ കമേഴ്ഷ്യൽ സിനിമകൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇത് നിലവാരം കുറഞ്ഞ സിനിമകൾ എന്ന് പറയുന്ന ഒരു പൊതുബോധമുണ്ട് എന്ന ഒരു കാര്യത്തിൽ മെൻഷൻ ചെയ്തു. അപ്പോൾ ഞാൻ അതൊക്കെ അറിയട്ടെ, എനിക്കങ്ങനെയല്ല തോന്നിയിട്ടുള്ളത് എന്ന് ഞാൻ പറയുന്നത്. ഈ ലൂസിഫറുമായി ബന്ധപ്പെട്ട് ലൂസിഫറിന്റെ ഫസ്റ്റ് പാർട്ട്, ലൂസിഫറിനെ കുറിച്ച് വരുമ്പോൾ ഞാൻ ലൂസിഫറിനെ കുറിച്ച് വന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം നിങ്ങൾ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു. പക്ഷെ അതിൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ പരാമർശിച്ചപ്പോൾ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മെൻഷൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി അതിന്റെ കഥാലോകം വിശാലമാവും, അതിന് കൃത്യമായ ആൻസർ വേണ്ടത്. സ്വാഭാവികമായിട്ടും ഞാൻ പ്രത്യേക ക്യൂവിൽ വന്നതിന് ശേഷം ഇതൊരു 3ാമത്തെ ഇന്റർവ്യൂല് ലൂസിഫറിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ഉറപ്പായും ഞാൻ അടുത്ത ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടുമേ വർക്കാവാത്ത, പൃഥ്വിരാജൊക്കെ പറഞ്ഞ വർക്കായി, രണ്ടാമത്തെ ഒട്ടുമേ വർക്കാത്ത ഒരുപാട് വിയോജിപ്പുള്ള സിനിമയെ കുറിച്ച് ചോദിച്ച് കളയാൻ തന്നെ ഞാൻ കരുതാം. പക്ഷേ അതേ ഇന്റർവ്യൂവിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കുരുതിയെ കുറിച്ച്. ഇപ്പൊ എന്തുകൊണ്ടാണ് പൃഥ്വി കുറച്ചുകൂടി ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ചെയ്തിട്ടുള്ള ഒരു പാരലൽ കൈൻഡ് ഓഫ് സിനിമകൾ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ രാജു തിരിച്ചു ചോദിക്കുന്നത് കുരുതി ഏതുപോലത്തെ സിനിമയാണെന്നാണ് നിങ്ങൾ കരുതുന്നത് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെയല്ല തോന്നിയതെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമുക്കവിടെ കുരുതി അങ്ങനെയാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള അഭിപ്രായത്തെ മാറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനത് പറഞ്ഞു, ഇത് കോൺവെർസേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ മനസ്സിൽ അതിനെ ഫോം ചെയ്യുന്നത്. ഇതൊരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ നമ്മൾക്ക് യോജിപ്പും വിയോജിപ്പും കൂടി വ്യക്തമാക്കാൻ പറ്റുമല്ലോ. പക്ഷെ നമ്മൾ തിരുത്തി ഒരാളെ പൊളിച്ചേക്കാം, അയാൾക്ക് അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആലോചിക്കാറില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു ക്ലിക്ക് ബേറ്റ് കൺസിഡറേഷനിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല. കുറച്ച് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം, ഇന്നയാളെ കിട്ടിയാൽ ഇന്ന ചോദ്യങ്ങൾ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് കരുതാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇന്റർവ്യൂ രൂപപ്പെടുത്തേണ്ടത് വെച്ചാൽ നമ്മൾ അയാളുടെ സ്വകാര്യതയെ പരിഗണിക്കണമെന്നുണ്ട്. പിന്നെ അദ്ദേഹം എന്ന് പറയുന്ന ഒരാൾ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു കുറച്ചുകൂടി പബ്ലിക്കിൽ അദ്ദേഹത്തിന്റെ നിലപാടും കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് പുറത്തേക്ക് വരേണ്ടത്. ഒരു കാര്യത്തിൽ നമുക്ക് എനിക്ക് ആ കാര്യത്തിൽ നിലപാട് പറയാൻ ഈ സമയത്ത് സൗകര്യമില്ല എന്ന് പറയുകയും നമുക്ക് ആ പോർഷൻ എഡിറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഡിറ്റ് കളയേണ്ടതാണെന്നാണ് ഞാൻ തോന്നുന്നത്. കാരണം ഇത് റെക്കോർഡഡ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം റെക്കോർഡഡ് ഇന്റർവ്യൂ ആണ്. റെക്കോർഡഡ് ഇന്റർവ്യൂ എന്നുള്ളിടത്ത് അദ്ദേഹത്തിന് പറയേണ്ടത് തന്നെയാണ് പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ അത് ചോദ്യങ്ങളുടെ പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പാർവതിയെ ഇന്റർവ്യൂ സമയത്ത് പാർവതിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് ഒരു നയജാതുരിയോ അല്ലെങ്കിൽ ഒരു ഉൾഭയത്തിൻ്റെയൊക്കെ പേരിൽ ഇന്നങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുമെന്ന് ആദ്യം തന്നെ ചോദിക്കാറുണ്ട്. പാർവതി ഇതേവരെ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് ഞാനൊരു ഇന്റർവ്യൂവിന് മധ്യേ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് പറയേണ്ടതുണ്ട് ആ ഘട്ടത്തിൽ തോന്നി. പാർവതി നമ്മൾ ഇത്രയും സമയം ഇന്റർവ്യൂ ചെയ്തിട്ട് പാർവതി ഇന്നേ വരെ ഒരു ഡിസ്ക്ലൈമർ, ഈ 5 ചോദ്യങ്ങൾ എന്നോട് ഒഴിവാക്കി തരണേ ഇന്ന് ചോദിച്ചിട്ടില്ല എന്ന് പാർവതിയോട് തന്നെ പറയേണ്ടത്. മറ്റു പലരും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളും ഇന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാതിരുന്നാൽ നന്നായിരുന്നു എന്ന് കരുതുന്നത്. വെച്ചാൽ ഒരുപാട് ഈ സോഷ്യൽ ടച്ച് പോയിന്റ് ഒരുപാട് കൺസേൺ ഉണ്ട്. ഇപ്പോൾ വൈറലാവുക, എയറിലാവുക എന്നൊക്കെ ഉള്ളത് നല്ല അർത്ഥത്തിലല്ല,
ഒരാളിപ്പോൾ കാണുന്നത്. അത് അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന, അവർക്ക് പലതരത്തിലുള്ള പ്രതിച്ഛായ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടാവാം. ഇപ്പൊ ഈ ക്ലിക്ക് ബൈറ്റുകളെ പറ്റി പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ എണ്ണിത്തീരാതത്ര ഓൺലൈൻ മീഡിയകളും അതിലും കൗണ്ട്ലെസ് ആയിട്ടുള്ള വീഡിയോസും ആണുള്ളത്. അതായത് ഒരു സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞാൽ ആ സിനിമയുടെ തിരക്കഥയോ അല്ലെങ്കിൽ അതിന്റെ മേക്കിങ്ങിനെ പറ്റി അറിയുന്നതിനെക്കാട്ടി കൂടുതൽ ആ സിനിമ റിലീസ് ചെയ്ത സിനിമ തിയേറ്ററിന് വെളിയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള ആൾക്കാരാണ് ഇപ്പൊ കൂടിയിട്ടുള്ളത്. അതായത് ഇഗ്നോർ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും, പല ആൾക്കാരെയും അതായത് ഈ ഓൺലൈൻ മീഡിയകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും റെലവന്റ് അല്ലാത്ത പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുകയും അതിന്റെ പുറകെ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ഒരു കൾട്ട് തന്നെ ഫോം ചെയ്യണം. അതിന് കൂടുതലും കുട്ടികളാണ് കൂടുതലും അതിലിപ്പോ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോം കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ അന്യമൊന്നുമല്ലല്ലോ. കാരണം ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഇപ്പോൾ മൈനേഴ്സ് ആണ് അതിലുള്ളത്. സോ ഇങ്ങനൊരു ഗ്രോത്ത്, അതായത് ഈ ക്ലിക്ക് ബൈറ്റുകളും തമ്മിലും വെച്ചിട്ട് ആൾക്കാരെ ഓഡിയൻസിനെ ട്രാപ്പ് ചെയ്യുന്നതും ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമുക്കൊരു കൾച്ചറൽ ലോസിലേക്കല്ലേ പോകുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഒന്നതിന്റെ അത് ഭയങ്കര വിശാലാർത്ഥത്തിലുള്ള ചോദ്യവും സംഗതിയാണ്. പക്ഷേ എനിക്കത് പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഈ സോഷ്യൽ ടച്ച് പോയിന്റ് ഉപയോഗിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം യൂത്താണ്. യൂത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഇമാതിരി അവതാരങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. നമ്മുടെ ചെലവിൽ ഈ ആളുകൾ പിന്നെ ആറാടി നടക്കണ്ട എന്ന് തീരുമാനിച്ചാൽ ഈ പറഞ്ഞ വീഡിയോ എടുക്കുന്നത് കൊണ്ടും ഞാൻ എപ്പോഴും പറയും, എണ്ണത്തിനാണ് വരുമാനം. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പേര് കാണുന്ന വീഡിയോയിൽ നിന്നാണ് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ റവന്യൂ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന എണ്ണത്തിൽ ഒരു പെരുക്കം ഉണ്ടാക്കുക, ഒരു 1 മില്യൺ എത്തിക്കുക, അപ്പോൾ അതിൻ്റെ ആനുപാതിക റവന്യൂ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചറിയാം, ഞാൻ ഈ റീസെൻ്റ്ലിയൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നത്, ഞാൻ പലതരത്തിലും സംസാരിക്കുന്ന സാധനമാണ് തിയേറ്ററുമായി ബന്ധപ്പെട്ടോ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ ഈ ക്യാമറ ആംഗിളുകൾ. അതായത് തിയേറ്ററിലെ ഉദ്ഘാടനത്തിൽ എവിടെയും ഒരു ഫീമെയിൽ ആക്ടറാണ് വരുന്നതെങ്കിൽ കൃത്യമായ ഒരു വോയറിസ്റ്റിക് പ്രഷറോടെ ഏത് ആംഗിളിൽ നിന്ന് ഒരാളെ ഷൂട്ട് ചെയ്യാൻ പാടുണ്ടോ ഒബ്ജക്റ്റീവ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ കരുതുന്ന സ്ഥലത്ത് തന്നെ ക്യാമറ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ആക്ടർ നടന്ന ഒരു ഉദ്ഘാടനത്തിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഏറ്റവും ഹൈറ്റിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് സൂം ചെയ്തിട്ട് അവരെ ഷൂട്ട് ചെയ്യുന്ന ഈ അടുത്ത് പാർവതി എന്ന് പറയുന്ന ഒരു ആക്ടർ, പാർവതി കൃഷ്ണ എന്ന് പറയുന്ന ഒരു ആക്ടർ പറയായിരുന്നു, ഒരു സൂം ചെയ്തൊരു വീഡിയോ ഇട്ടു, അത് റിമൂവ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ. പല ആളുകളും ഇത് അടുത്തൊരു പണിയാണല്ലോ, ലീഗൽ ഫൈറ്റ് ആണെന്ന് ഇത് ചെയ്യാതിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് മൊബൈൽ എടുത്ത് തിയേറ്ററിലാലും പുറത്താണ്. ഇവരുടെ എല്ലാ സ്വകാര്യത, ഇവർക്ക് ഒരു തരത്തിലുള്ള സ്വകാര്യതയില്ല. ഇതെന്തോ ഒരു പിന്നെ പൊതുമുതലാണ് ഈ മനുഷ്യർ എന്ന് കരുതിയിട്ട് അവർക്ക് ഒരു സ്വകാര്യതയും പരിഗണിക്കാതെ അവർ ഷൂട്ട് ചെയ്യുന്നു. കാറിനകത്തേക്ക് ക്യാമറ വെക്കുന്നു, കാറിന് പുറത്തിറങ്ങിയിട്ട്. അപ്പം എന്നോട് തന്നെ ഒരു ഓഫ് ദ റെക്കോർഡിൽ 1-2 ആക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ട് പുറത്ത് വരുവാണെങ്കിൽ എവിടെ നിന്നൊക്കെയുള്ള ക്യാമറ കണ്ണുകളെയാണ് പേടിക്കേണ്ടത് എന്നുള്ളത്. നമ്മളങ്ങനെ ആ രീതിയിൽ ശരിക്കും ആശങ്കപ്പെടുത്തുന്ന ആക്ടേഴ്സ് ഉള്ളൊരു ഏരിയ ആണിത്. അവിടെ ഒരു 100ഓളം ക്യാമറകളെ പൊതിഞ്ഞു നിന്നിട്ട് ഇവരെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്പേഴ്സ് ഉണ്ട്, ഇത് ആളുകൾ വ്യൂ ചെയ്യുന്നുണ്ട്. ഇത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലുള്ള ഭൂരിപക്ഷം ആളുകൾ, അത് 1 മില്യൺ ആവുന്നു, 2 മില്യൺ ആവുന്നു, 3 മില്യൺ ആവുന്നു. ഈ നമ്പേഴ്സ് ഇടിച്ചിട്ട് ഇത് കാണില്ല, ഇത് കാണേണ്ടതല്ല, ഇത് റിജക്റ്റ് ചെയ്യേണ്ടതാണ്, തള്ളിക്കളയേണ്ടതാണ്, ഇത് ബാൻ ചെയ്യേണ്ടതാണ്. ബാൻ ആണോ അതിന്റെ വാക്കെന്നറിയില്ല, ഇത് റിമൂവ് ചെയ്യപ്പെടേണ്ടതാണെന്ന് തോന്നിയാൽ, ഇത് അംഗീകരിക്കപ്പെടേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായും ഈ പറഞ്ഞ ക്ലിക്ക് ബൈറ്റ് പുറത്തു വരും. ഞാനിത് ഒരു വ്യക്തിഗത സ്വഭാവത്തിൽ പറയുന്നില്ലെങ്കിലും എന്നെ ആഴ്ചയിൽ ഒരു തവണയൊക്കെ വിളിക്കുന്ന ആളാണ് ആറാട്ടൻ എന്ന് പറയുന്ന സന്തോഷമാണ്. ഞാൻ സന്തോഷം തന്നെയാണ്. എനിക്കൊന്ന് മിനിഞ്ഞാൻ എന്നെ 1:25 കണ്ട് പുലർച്ചെ ഞാൻ ഇങ്ങോട്ട് ഈ പ്രോഗ്രാമിനെ സമയത്ത് ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല, എന്താ കാര്യമില്ല. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റുന്ന സമയത്താണെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഞാനൊരു തവണ പുള്ളിയെ കണ്ടപ്പോൾ, നമ്മളവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു തവണ കണ്ടപ്പോൾ പുള്ളിയോട് പറഞ്ഞതാണ്, നിങ്ങൾ PhD സ്കോളർ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പൊതുമധ്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആളുകൾ നിങ്ങൾ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കൂ. മുഴുവൻ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലെല്ലാം നിങ്ങളുടെ കണ്ടന്റ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണല്ലോ. പുള്ളി ഒരു ഘട്ടത്തിൽ ഇങ്ങനെ തിയേറ്ററിൽ തന്നെ PhD ചെയ്തിട്ടുണ്ട്, പേപ്പറൊക്കെ എടുത്തിട്ട് പോവാണ്. അപ്പോൾ ഏതോ ഒരു ഭയങ്കര അലമ്പായൊരു വിവാദം വന്ന സമയത്ത് പുള്ളി പിറ്റേ ദിവസം, ഇന്നലെ ഞാൻ മിസ്സായിപ്പോയി, ഇന്നലെ MG യൂണിവേഴ്സിറ്റി ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ
എല്ലാവരും പറഞ്ഞ ഒരു പാരലൽ വേൾഡിന്റെ പ്രതിനിധികൾ അവരവിടുത്തെ സൂപ്പർ സ്റ്റാർസ് ആണെന്ന് കരുതുകയാണ്. കാരണം ഈ പറയുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഇവർക്ക് ഉണ്ടാകുന്ന എണ്ണം കണ്ടിട്ട് അദ്ദേഹം ഈ അടുത്ത് പോയിട്ട് ഒരു തിയേറ്റർ ഗ്രൂപ്പിന്റെ ഉടമയോട് പറയണത്, ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങളുടെ തിയേറ്ററിനുള്ള ബ്രാൻഡ് വാല്യൂ എന്നൊക്കെ. ഞങ്ങൾക്ക് അത് വലിയ മാർക്കിംഗ് സൗകര്യം ഉണ്ടായിട്ടാണ് ലുലിന്റെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ ആളുകൾ പോകുന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ തിയേറ്ററിനോട് പറയുന്നത്, ആ ഓണറിനോട് പുള്ളി മുഖാമുഖം നിന്നിട്ട് പറയുന്നതാണ്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിങ്ങളുടെ തിയേറ്ററിന്റെ സംഗതി എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഈ രീതിയിൽ പത്ര മനോരാജ്യത്തിൽപ്പെട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ മനോരാജ്യത്തിലേക്ക് അവർ അകപ്പെടുത്തുന്നത് മീഡിയയ്ക്കും ഒരു ഭാഗ്യമായ, മീഡിയ എന്നാണ് അവർ വിളിക്കുന്നത് അറിയാം, അവർക്ക് ഭാഗ്യമായ പങ്കുണ്ട്. അത് ശരിക്കും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ് സ്വാഭാവികമായിട്ടും. ഞങ്ങൾ മറ്റൊരു മീഡിയ ഹൗസിനല്ല. പക്ഷേ അതൊരു അൺഫെയർ നമ്മൾ പറയില്ല, അതൊരു അൺഫെയർ ആണ്. നിങ്ങളത് അതിലൊരു ഒഫൻസ് ഉണ്ട് എന്ന് പറയില്ല. നിങ്ങളൊരാൾ ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഒരു ആക്ടർ അവർക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിച്ചിട്ട് ഉദ്ഘാടന വേദിയിലേക്കോ ഇവന്റിലേക്കോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവി റിലീസിനോ വരുന്ന സമയത്ത് അവർ ഏത് രീതിയിലാണ് ഷൂട്ട് ചെയ്യപ്പെടുന്നത് നോക്കും, അവർ ഏത് രീതിയിലാണ് പുറമേക്ക് ചിത്രീകരിക്കപ്പെടുന്നത് നോക്കും. അപ്പോൾ അവർക്ക് ഒരു ജീവിതായുസിലേക്ക് മുഴുവൻ കിട്ടാവുന്ന തെറിവിളികൾക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്താ പറയുക, ഒരു സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ട് എറിഞ്ഞു കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോ ഇതേ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി, അതായത് ഓരോ മീഡിയയുടെ ഓരോ ചാനലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ കണ്ടന്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്നത്, ക്യൂ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് ജസ്റ്റ് സിനിമ അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് റിവ്യൂസ് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ കുറെ സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയൊക്കെ സംസാരിക്കും. അപ്പൊ ഇതേപോലെ തന്നെ പല ഇന്റർവ്യൂകൾ കൊണ്ടും, ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഫ്രാങ്കോ മുല്ലക്കൽ കേസ്, ഒരു കേസൊക്കെ ഒരു ഇന്റർവ്യൂ, അതായത് അതിന്റെ ഒരു സിസ്റ്ററിനെ ഇന്റർവ്യൂ എടുത്ത് ഇന്റർവ്യൂ ആണ് പിന്നീട് കോടതിയിൽ തെളിവായതും പിന്നീട് അത് കുറെ കോൺട്രവേഴ്സി ഒക്കെ ആയതും. അതേപോലെ തന്നെ ഈ ISR ചാര കേസിലും ഇതേപോലെ TN ഗോപകുമാർ സാറിന്റെ ആ ഇന്റർവ്യൂസ് വെച്ചിട്ടാണ് പല കാര്യങ്ങളും പുറത്തുകൊണ്ടുവന്നത്. അപ്പോൾ ഈ ഇന്റർവ്യൂസിലൂടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു ഇന്റർവ്യൂസ് എടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഇത് അപ്പാർട്ട് ഫ്രം ഈ എന്താ പറയാ ആൾക്കാരെ വൈറലാക്കുന്നതും അതും ഒക്കെ മാറ്റി വെച്ചാൽ അല്ലാണ്ട് ഇന്റർവ്യൂസിന്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ, പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് ഇന്റർവ്യൂവിനെ കൊണ്ട് സാധിക്കുന്നതാണ്. ഈ മാധ്യമങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ എപ്പോഴും സാമൂഹിക ഉത്തരവാദിത്വം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം എപ്പോഴും പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് മറ്റെല്ലാ മേഖലയിലുള്ളിൽ ആർത്തിയുള്ള, ഭയങ്കര കച്ചവട താല്പര്യമുള്ള നല്ലൊരു ശതമാനം മാധ്യമങ്ങളുള്ള സ്ഥലമാണ്. ഏത് വിന്തേനയും ഈ മത്സര വിപണിയിൽ നിന്ന് നമ്മുടെ റേറ്റിംഗ് കൂട്ടുക, നമുക്ക് കൂടുതൽ പേര് കാണുക, ആരെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം എന്നുള്ളത് ഇന്നൊരാളാണ് നാളെ ഒരാളെന്ന് കരുതുന്ന ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. അങ്ങനെ ആ നിലയ്ക്കാണ് മത്സരം. ഈ എണ്ണപ്പെരുക്കം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഈ സ്പേസാണ്, ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ പരിപാടിയാണ്. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞത് ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ വിചാരണാ ഘട്ടത്തിൽ നടക്കുന്ന ഇന്റർവ്യൂകൾ ഏത് തരത്തിൽ ജുഡീഷ്യൽ സിസ്റ്റം സ്വാധീനിക്കുന്നു എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ അതിന്റെ സ്പെസിഫിക് ആയിട്ട് വരുവാണെങ്കിൽ അത് കുറച്ച് നമുക്കതിൽ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ കേസിൽ നിർണായക വഴിത്തിരിവാകുന്ന സംഗതികൾ ഇന്റർവ്യൂവിലൂടെ, പുതിയ സാക്ഷിയിലൂടെ, അല്ലെങ്കിൽ പുതിയ വെളിപ്പെടുത്തലിലൂടെ വരാം. ചില സമയത്ത് ഈ പറയുന്ന ട്രയൽ നടക്കുന്ന വേളയിൽ ട്രയലുമായി ബന്ധപ്പെട്ട് കോടതിക്കകത്ത് നടക്കേണ്ട ഒരു സ്ഥാനം സമാന്തരമായിട്ട് മാധ്യമ വിചാരണയായിട്ട്, മാധ്യമ അഭിമുഖമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാം. അത് ഡിപ്പെൻഡിങ് ഓൺ ആ കേസ്, ജുഡീഷ്യൽ സിസ്റ്റം, വാദിഭാഗം, പ്രതിഭാഗം, പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രസന്റേഷൻ, ഇതിലേക്ക് അറിയിക്കുന്ന കുറച്ചുകൂടി ബ്രോഡർ ഏരിയ ആണ്. സാമൂഹ്യ ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞാൽ സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കാൻ മാധ്യമങ്ങളെ പരിശീലിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ടെന്നാണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ തിരഞ്ഞെടുപ്പ്, ഞങ്ങളിത് വായിക്കില്ല, ഞങ്ങളിത് കാണില്ല എന്ന് തീരുമാനിക്കുന്നവരുടെ എണ്ണം ഭൂരിപക്ഷമാവുന്നിടത്ത് നിലവാരം എന്നുള്ളത് പൊതുസമൂഹത്തിന് നിശ്ചയിക്കാൻ പറ്റുന്നതാണ്, വ്യൂവേഴ്സിന് നിശ്ചയിക്കാം. കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലവാരം വ്യൂവേഴ്സിന് നിശ്ചയിക്കാൻ പറ്റുന്നതാണ്. അത് വ്യൂവേഴ്സിന്റെ കയ്യിലാണ് റിമോട്ട്, വ്യൂവേഴ്സിന്റെ കയ്യിലാണ് ഗാഡ്ജറ്റ്, വ്യൂവേഴ്സിന്റെ കയ്യിലാണ് മറ്റേ പത്രം, അല്ല റീഡേഴ്സിന്റെ കയ്യിലാണ് പത്രം. അവർക്ക് തീരുമാനിക്കാമല്ലോ, അവർ തീരുമാനിക്കണം എന്നാണ് പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് അതിൽ ഈ പറയുന്ന പുതിയ തലമുറ വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഗതിയാണ്. നേരത്തെ ആശയ പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിൽ ഈ പറയുന്ന ഈ കുട്ടികളുടെ കാര്യത്തിലാണ് അവർ കുറച്ചൊരു ഫോർമേഷൻ പീരീഡാണ്. അവരിതിനെ ഫണ്ണായിട്ടാണ് കാണുന്നത്. നല്ലൊരു ശതമാനം ആളുകളെ അവർ കോമാളികളായിട്ട് തന്നെയാണ് അവർ കാണുന്നത്, അവർ ഹീറോസ് ആയിട്ടല്ല. ഞാൻ പറയുന്നത് നമ്മൾ ഈ പറയുന്ന ആളുകളുടെ നെയിം ഡ്രോപ്പ് ചെയ്യുന്നില്ല, അത് അവരെ വ്യക്തിപരമായിട്ട്
വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ നല്ലൊരു ശതമാനം ആളുകൾ അത് അവർ ചെയ്യുന്ന പലതരം വീഡിയോകളുണ്ടല്ലോ, അതിനെയൊക്കെ എനിക്കൊന്നത് ഒരു കോമാളിത്തം പരിപാടിയായിട്ട് തന്നെയാണ് കാണുന്നത്. അവരല്ലാതെ നാളെ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്താവുന്ന നമ്മുടെ മോട്ടിവേഷണൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പ്രചോദിപ്പിക്കാവുന്ന ഹീറോ എന്ന രീതിയിൽ അവരാരും അവരെ പ്ലേസ് ചെയ്യുന്നു തോന്നില്ല. ഇപ്പോഴൊരു താൽക്കാലിക ഫൺ എന്ന് പറയുന്ന സംഗതി എഴുതുന്നുള്ളൂ. ഒരേപോലെ തന്നെ എന്താ പറയാ, സിനിമാ മേഖലയിലുള്ള ആൾക്കാർ അല്ലാത്ത രാഷ്ട്രീയ മേഖലയിലെ മാധ്യമ മേഖലയിലുള്ള ആൾക്കാരുടെ ഇന്റർവ്യൂസ് എടുക്കാറുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ചോദിക്കാൻ വെച്ചിരുന്നതൊക്കെ ചോദിക്കാൻ സാധിച്ചു എന്ന് തോന്നിയിട്ടുള്ള ഇന്റർവ്യൂസ് ഏതൊക്കെയാണ്? ഒരൊറ്റ എണ്ണത്തിൽ പറയാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പേഴ്സണൽ ഹാപ്പിനെസ് ആയിട്ട് കാണുന്ന സാധനം മമ്മൂക്കയുടെ പുഴുവിന് മുമ്പുള്ള ഇന്റർവ്യൂ ആണ്. ഒരുപാട് പേര് അത് അപ്രീഷിയേറ്റ് ചെയ്ത് പറയാ, മീൻസ് അത് മമ്മൂക്കയായിട്ട് വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നൊരു പേഴ്സണൽ കണക്ട് അതിൽ മാറ്ററാണ്. ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ചിട്ടുള്ള, ഞാൻ എൻ്റെ ഈ 40 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ചിട്ടുള്ള നടൻ മമ്മൂക്കയാണ്. എനിക്ക് ഇന്റർവ്യൂവിൻ്റെ പുറത്ത് മണിക്കൂറുകൾ സംസാരിക്കാനുള്ള സമയം, സ്പേസ് പുള്ളി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭാഷണങ്ങളുടെ ആനുകൂല്യം അല്ലെങ്കിൽ ആ സംഭാഷണങ്ങൾ ഉണ്ടാക്കിയ ഒരടുപ്പം ഇന്റർവ്യൂവിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്യൂരിയോസിറ്റിക്കെല്ലാം പുള്ളി ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരത്തെ ചോദിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ എന്നോട് ആളുകൾ ക്വസ്റ്റ്യൻസ് ഫ്രഷ് ആക്കാൻ നോക്കി. ഞാൻ ക്വസ്റ്റ്യൻസ് ഫ്രഷ് ആക്കല്ല, ഞാൻ നേരത്തെ കേട്ടിട്ടില്ലാത്ത എന്നാൽ എനിക്ക് ഉത്തരം കിട്ടണമെന്ന് കരുതുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ സീരിയസ്ലി ഇപ്പോഴും ഓരോ ആളുകൾ കിട്ടുമ്പോഴും ഇതിന് ഉത്തരം ഇദ്ദേഹം മുൻപ് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് ഈ ഉത്തരം കിട്ടിയാൽ കൊള്ളാം എന്ന് വരുന്ന സംഗതിയാണ് ഞാൻ ചോദ്യങ്ങളായിട്ട് ഫ്രെയിം ചെയ്യുന്നത്. അതിൽ മമ്മൂക്കയുടെ എനിക്ക് അങ്ങനെ പേഴ്സണൽ ഇതാണ്. പിന്നെ ജോസി ജോസഫ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളിൽ ഒരാളായ ദ ഹിന്ദുവിൻ്റെ പിന്നെ നാഷണൽ സെക്യൂരിറ്റി എഡിറ്ററായിരുന്നു ജോസി ജോസഫ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഏതാണ്ട് എനിക്കൊന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ഒരാളെ 2 ഷർട്ടൊക്കെ 1 മണിക്കൂറിനിടയിൽ മാറ്റി ചെയ്യും. ഞാനൊരു ഷർട്ടിൽ ജോസിയുടെ 2 ഷർട്ട് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണ്. അത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു നമ്മളുണ്ടല്ലേ ഭയങ്കര നമ്മൾ അംബീഷ്യസ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ചോദിക്കാവുന്ന ഒരു സംഗതിയായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. എം സ്വരാജിൻ്റെ എനിക്ക് അങ്ങനെ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോലും അതിൻ്റെ തുടർച്ച എനിക്ക് സാധ്യമായിട്ട് എം സ്വരാജ് ആണെങ്കിൽ അത് ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനിവിടെ വന്നത്. എം സ്വരാജിൻ്റെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതുകൊണ്ട് കൂടിയാണ് ഇവിടെ വന്നത്. കാരണം വെച്ചാൽ കുറേയേറെ കാര്യങ്ങൾ പക്ഷേ നമ്മൾ പറയില്ലേ ഒരു ആശയ വ്യക്തത എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഒരു ചോദ്യങ്ങൾക്കും മേളിലും ആ ചോദ്യം ചോദിക്കേണ്ടതല്ല. നമ്മൾ എന്ത് ചോദിച്ചാലും സംസാരിക്കാൻ റെഡിയാണ് എന്ന് പറയുന്നത്. ഉറപ്പായും ഫഹദ്, നമ്മുടെ ഫഹദിൻ്റെ പേര് ആദ്യം പറയാത്തത് ചിലപ്പോൾ ഞാൻ ആദ്യമായി പറയാൻ സാധ്യതയുള്ളൂ. ഫഹദിൻ്റെയാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായി സംസാരിക്കാൻ പറ്റുന്ന ഇൻ്റർവ്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർവ്യൂവിനേക്കാൾ കൂടുതൽ സമയം ഫഹദുമായിട്ട് സിനിമ അല്ലാതെ സംസാരിച്ചിട്ടുള്ളതുകൊണ്ടാവാം ഫഹദിൻ്റെയാണ് ഒരു ഭയങ്കര കംഫർട്ടബിൾ ഉള്ള ഒരു പേഴ്സണൽ ഹാപ്പിനെസ് ഒക്കെ തരുന്ന ഇൻ്റർവ്യൂ ആണ്. എടുക്കാൻ ഒത്തിരി ആഗ്രഹിച്ചു പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇന്റർവ്യൂ എടുക്കാൻ? എനിക്ക് പേഴ്സണലി ഇപ്പം നഷ്ടമായി തോന്നുന്നു. ഇപ്പം നടൻ മുരളിയുടെ ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. തിലകൻ ഇൻ്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. തിലകൻ അവസാന കാലത്ത് ഒരു ആഴ്ചയിൽ ഒരു തവണയൊക്കെ വിളിക്കുമായിരുന്നു. അങ്ങനെ വിളിച്ച ഓരോ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. തിലകൻ എനിക്ക് മാസ്റ്റർ സ്ട്രോക്കൊക്കെ പറഞ്ഞ് വലിയൊരു കോംപ്രഹെൻസീവ് ഇൻ്റർവ്യൂ, തിലകൻ, നെടുമുടി ഉണ്ടായിരുന്നു, ഫിലോമിന എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യപ്പെടണം എന്ന് ഞാൻ പേഴ്സണലി അങ്ങനെ ഒരുപാട് പേര് ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇത് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് സാധനമാണ്. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളിന് ഫിലിമുമായി റിലേറ്റ് ചെയ്തിട്ട് അതല്ലാതെ ഇങ്ങനെ പല സെക്ടറിലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യണമെന്നുണ്ട്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നെയിം ഡ്രോപ്പ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തെടുക്കണം എന്നുള്ള ഒരു പ്ലാൻ കൂടിയുണ്ട്. ആർട്ട് ഓഫ് സ്ട്രാറ്റജി ഓക്കെ അത് നമ്മൾ ചിലപ്പോൾ ചെയ്യും അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുള്ള സംഗതി ആയതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് എൻ്റെ ഒരു പ്രൊമോഷണൽ ടൈമിലല്ലാതെ അവർ കുറച്ചുകൂടി റിലാക്സ്ഡ് ആവുന്ന സമയത്ത് കിട്ടുന്ന ഇൻ്റർവ്യൂ. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസമാണ് ബേസിലിന് ആദ്യമായിട്ട് സോളോ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ബേസിലുമായിട്ടിരിക്കുന്നത്. അത് മറ്റ് ഇൻ്റർവ്യൂവിനേക്കാളും കുറച്ചുകൂടി പേഴ്സണലൈസ് ചെയ്ത് നമുക്കൊരു പേഴ്സണൽ ഹാപ്പിനെസ് വരുന്നുണ്ട്. അവർ 2 മണിക്കൂറോളാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വഭാവമായിട്ട് മടുപ്പ്. ഇപ്പോൾ 2.5 മണിക്കൂറൊക്കെ ഇരിക്കുന്നവരുണ്ടല്ലോ, അത് മടുപ്പുണ്ടാകും. സ്വരാജ് 2.5 മണിക്കൂറാണ് ഇരിക്കുന്നത്. സന്തോഷ് ജോർജ് പറഞ്ഞാൽ ഏതാണ്ട് 2 മണിക്കൂർ കൂടുതലാണ്. എന്നോട് നിങ്ങൾക്ക് ഇരുന്ന് മടുത്തില്ലായിരുന്നു. എന്നോട് പുള്ളിയെ കണ്ടിട്ട് ചോദിച്ചാൽ എനിക്ക് ഇതിപ്പോൾ എടുത്തില്ലായിരുന്നു. നമ്മൾ അങ്ങനെ ഇരുന്ന് ഒറ്റ ഇരുത്തിരിക്കുകയാണല്ലോ, നടക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഗതിയുണ്ട്. പിന്നെ എനിക്ക് മറ്റ് സെക്ടറിൽ ഇൻ്റർവ്യൂ ചെയ്തതിൽ ഭയങ്കര ഹാപ്പിനെസ്. ഇപ്പം ഞാൻ വിട്ടുപോയത് ബോസ് കൃഷ്ണമാചാര്യ ഇൻ്റർവ്യൂ.
അതിലെനിക്ക് ഒരുപാട് ക്യൂരിയസ് എസ്തെറ്റിക്സിനെ കുറിച്ച് പുള്ളി പറയുന്നത്, ആർട്ടിനെ കുറിച്ച് പറയുന്നത്, വര എങ്ങനെ പുള്ളി ചെയ്യുന്നത്, അങ്ങനത്തെ ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ ഞാൻ ഇൻ്റർവ്യൂ എന്നുള്ളത് നേരത്തെ മുഖാമുഖം നോർത്ത് ഇന്ത്യ ആവശ്യമുള്ള വീണ ജോർജ് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂവിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ വിളിച്ചു കോർഡിനേറ്റ് ചെയ്യുന്നു, ആ ഇൻ്റർവ്യൂ മുഴുവൻ കേട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഈ ഇൻ്റർവ്യൂകൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പാർട്ടിൽ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനല്ല ഇൻ്റർവ്യൂ ചെയ്യുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഇൻ്റർവ്യൂ. ഞാൻ നമ്പൂതിരി ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഇൻ്റർവ്യൂ എനിക്ക് ഈ കണ്ടിരുന്നതിൽ എനിക്ക് ഭയങ്കര ലൈവായി കണ്ടിരുന്നതിൽ നമ്മൾ വലിയ ഒരുപാട് വലിപ്പമുള്ള മനുഷ്യരുടെ എളിമയുടെ വലിപ്പം കണ്ടിട്ട് നമ്മൾ അമ്പലം അങ്ങനത്തെ സാധനമായിരുന്നു നമ്പൂതിരി സാറിൻ്റെ ഇൻ്റർവ്യൂ. വ്യക്തിപരമായിട്ട് എനിക്ക് കമൽഹാസൻ്റെ അങ്ങനെ ഒരു ലോങ് സീരീസ് ചെയ്യണമെന്ന് ആഗ്രഹം, ഒരു 2 മണിക്കൂറെങ്കിലും കമൽഹാസൻ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ ഒരു തവണ 1 hour ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്റർവ്യൂല് നടന്നിട്ടുള്ള നല്ല മൊമെന്റ്സില് നല്ല സന്ദർഭങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പൊ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോയി ഒരു ഇന്റർവ്യൂല് പോയി ഒരു ഇതേപോലെ പറയാറില്ലേ, നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇലാബറേറ്റ് ചെയ്ത്. അങ്ങനെ നല്ലപോലെ പ്ലാൻ ചെയ്ത് ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ചോദിക്കണം എന്ന് ഒരു 4 മിനിറ്റ് എടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പെട്ടെന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ആള് പെട്ടെന്ന് നോ അല്ലെങ്കിൽ എസ് എന്നൊറ്റ വാക്കിന് മറുപടി പറയുമ്പോൾ പ്രതീക്ഷിക്കാത്ത കിട്ടുന്ന മറുപടികളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അത് ജസ്റ്റുള്ള സാധനം ഇപ്പോഴത്തെ ഇന്റർവ്യൂ മോഡിന് മുമ്പ് ഷൈൻ ടോം ചാക്കോയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് 2021. അന്ന് ഷൈൻ എങ്ങനെയായിരുന്നു, യെസ് നോ അങ്ങനെ വളരെ അതായത് ഒറ്റ വരിയിലായിരുന്നു ആൻസർ ചെയ്തത്. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിലായി ഇന്റർവ്യൂ കിടപ്പുണ്ട്. ചില ആളുകൾ ഈ 2 ഇന്റർവ്യൂ കമ്പാരിസൺ അന്ന് ഇത്രയും ദീർഘമായ മറുപടികളല്ല, ഭയങ്കര ഉൾവലിവിലായിരുന്നു പുള്ളി ആൻസർ ചെയ്തിരുന്നത്. അപ്പോൾ ചില ആളുകളുണ്ട് പെട്ടെന്ന് അതായത് അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്യുന്നുള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും ഇത് കോൺവെർസേഷൻ ആണല്ലോ, നമുക്ക് എന്തും ചോദിക്കാമല്ലോ എന്നുള്ളൊരു കംഫർട്ടിലാണ് മനസ്സിലാക്കിയത്. പക്ഷെ നമുക്ക് ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പം ഗൗതം മേനോന്റെ ടീമിൽ നിന്ന് ഞങ്ങളെ ഇന്റർവ്യൂവിന്റെ ആവശ്യത്തിന് ഗൗതം മേനോന്റെ ടീം ഞങ്ങളെ വിളിക്കുന്നത് 4:30-ക്കാണ്. അപ്പോൾ ഗൗതം സാറിന് പെട്ടെന്ന് പോകണം, ഞങ്ങൾക്ക് ക്യൂവിന് അവരുടെ ഫസ്റ്റ് ഇന്റർവ്യൂ പ്ലാൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഈ ഡൊമിനിക്കൻ ലേഡീസ് പടത്തിന്റെ സമയത്ത് നടന്നു. അപ്പോൾ നമ്മുടെ പ്ലാനിലേ ഇല്ല. പക്ഷെ പുള്ളിയുടെ കുറച്ചുകൂടി ഇപ്പൊ ഈ പടവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചുകൂടി ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഫിലിം ജേർണിയൊക്കെ ഒരു ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. പക്ഷെ ഒരു 15 മിനിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്നു, പിന്നെ സംസാരിക്കുന്നു. പക്ഷെ അത് സംഭാഷണം എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാനുള്ള പല ആലോചനയുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഇൻസ്റ്റന്റ് പ്ലാനിൽ വരാറുണ്ട്, അങ്ങനെയും വരാറുണ്ട്. പിന്നെ ഈ പറയുന്ന അങ്ങനെ ഒരു കംഫർട്ട് ഇഷ്യൂ എന്ന് പറയുന്ന സംഗതിയെക്കാളും അവരുടെ മൂഡ് പ്രധാനമാണല്ലോ ഓരോ ആളുകളുടെ. അതായത് രാഷ്ട്രീയക്കാരാണെങ്കിലും ഇപ്പോൾ രാഷ്ട്രീയക്കാർ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ അവർക്ക് പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ, മറ്റ് ആശങ്കകൾ, ക്രൈസിസുകൾ വന്നു പെട്ടാൽ അവർ 1 മണിക്കൂർ ഒരു 1/2 മണിക്കൂർ മതി എന്നൊക്കെ പറയും. അവർ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ച ഇന്റർവ്യൂസ് ഉണ്ട്. ഞാൻ പിന്നെ അവരുടെ പേര് പറയുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം ഞാൻ ഉൾക്കൊള്ളുന്നതുകൊണ്ട് പേര് പറയുന്നില്ല. പിന്നെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്ത ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ ഇപ്പോൾ കൊടുക്കണ്ട, ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഇപ്പോൾ വ്യക്തതയില്ല, ഞാൻ കുറച്ചുകൂടി വ്യക്തതയുള്ള ഘട്ടത്തിൽ നമുക്ക് അടുത്ത ഘട്ടത്തിൽ എടുക്കാനൊക്കെ. അത് ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മൾ റെക്കോർഡഡ് ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ ഈ എതിർവശത്തുള്ള ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന നമ്മുടെ ഗസ്റ്റ് എന്നല്ലേ നമ്മൾ പറയുന്നത്, അതിലൊരു ആദ്യത്തെ മര്യാദയുടെ ഭാഗമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അയാളോട് സംസാരിക്കുന്നതൊക്കെ ഈ ഇന്റർവ്യൂ ഈ രീതിയിലല്ല ഞാനിപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എനിക്കത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്കതെല്ലാം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇതേ മോഡൽ ഇന്റർവ്യൂ വേറെ ഘട്ടത്തിലെടുക്കാം, ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഒഴിവാക്കിയ വളരെ പ്രധാനപ്പെട്ട ഇന്റർവ്യൂ കൂടിയാണ്. പറഞ്ഞ ഇന്റർവ്യൂ ഒരു കോൺവെർസേഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ജസ്റ്റ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എൻ കോൺവെർസേഷൻ എന്ന മെത്തേഡ് ഫോളോ ചെയ്യുന്ന ആളാണ് സാർ അല്ലേ? അപ്പോ ഇപ്പൊ നമ്മുടെ ടോപ്പിക്കായ എങ്ങനെ ചോദിക്കാം, എന്തൊക്കെ ചോദിക്കാം, ഈ ഒരു എന്താ പറയാ ഗസ്റ്റിനോട് എന്ത് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഒരു റെസ്പെക്ട് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ബൗണ്ടറീസ് ഇല്ലാണ്ട് സ്വന്തമായിട്ട് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അത് വെച്ചിട്ട് ഇപ്പോ റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ പല ഇന്റർവ്യൂസ്. സോ ഇതിനൊരു എന്താ പറയാ, ഇതിനൊരു കൺട്രോൾ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? അതിനെന്തെങ്കിലും ഇതിന്റെ പരിഹാരം എന്ന് വെച്ചാൽ കാണാനാളില്ലെങ്കിൽ പരിപാടി നിർത്തിക്കപ്പം നമ്മളിപ്പോഴും പറയല്ലോ കൈൻഡ് ഓഫ് ഷോ ഓഫ് സംഗതിയൊക്കെ കാണാനാളില്ലെങ്കിൽ അയാളെ പരിപാടി നിർത്തിക്കോളും എന്ന് പൊതുവെ പറയാറുണ്ടല്ലോ. അതിപ്പോ ഒരു ഭയങ്കര വെള്ളം അടിച്ചിട്ട് ഒരാള് റോഡിൽ കിടന്നിട്ട് ഇതാക്കുവാണെങ്കിലും ഇതിനൊരു ഓഡിയൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തിക്കോളും എന്ന് പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു അൺഫെയർ ആണ് സമൂഹത്തോട് ചെയ്യുന്നത്, നമ്മുടെ ജനാധിപത്യ ക്രമത്തോട് ചെയ്യുന്നത്, വരും തലമുറയോട് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇതിൽ.
അതിൽ അൺഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖകരമായ ക്വസ്റ്റ്യൻസ് നല്ല അതിൽ പറയുന്നത്. അതിൽ സ്ട്രെയിറ്റ് ക്ലിക്ക് ബേറ്റ് ആണ്. ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ അയാളുടെ ഒരു മോബ് ലിഞ്ചിങ്ങിന് കിട്ടുകൊടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നുണ്ട്. പലപ്പോഴും ആളുകളുടെ പ്രശ്നം വെച്ചാൽ വന്നിരിക്കുന്നവരുടെ നിസ്സഹായത കൂടിയുണ്ട്. ഇതൊരു മീഡിയ പ്ലാറ്റ്ഫോമാണ്, ഇവർക്ക് വേറെ തരം പ്രിവിലേജ് ഉണ്ട്, പവർ ഉണ്ട് എന്ന് കരുതിയിട്ട് ഇവരോട് എങ്ങനെ എതിർപ്പ് പ്രകടിപ്പിക്കും എന്നതിൽ നിസ്സഹായതയുടെ പേരിൽ ആൻസർ ചെയ്തു. ടെലിവൈസ്ഡ് ഷോയിലൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ട് കാണാം. ടെലിവൈസ്ഡ് ഷോയിൽ ഇത് വലിയ പ്രശ്നമായിട്ടുണ്ട്. ഈ പറയുന്ന ഫീമെയിൽ ആക്ടേഴ്സോ ഫീമെയിൽ ആളുകളോ വന്നാൽ അവരോട് വേറെ തന്നെ തരം ചോദ്യമാണ്. ഒരു ഫീമെയിൽ ആക്ടർ വന്നു കഴിഞ്ഞാൽ ആ ഫീമെയിൽ ആക്ടറിന്റെ പെർഫോമൻസോ ബോഡി ഓഫ് വർക്കോ അവരുടെ കോൺട്രിബ്യൂഷൻസോ അവരുടെ സിഗ്നിഫിക്കൻറ്റ് റോൾസോ അല്ല, അവരുടെ കല്യാണം, അവരുടെ പ്രണയം, അവരുടെ ബ്രേക്കപ്പ്, അവരുടെ മറ്റു ഇതുമായി വന്നിട്ട് കഴിഞ്ഞ മാസം തടിച്ചല്ലോ, തടി കൂടി ഒന്ന് സിനിമയെ ബാധിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര അൺവാണ്ടഡും ശരിക്കും സാമൂഹ്യ വിരുദ്ധമായ ചോദ്യങ്ങളായിരിക്കും അവരോട് വരിക. മെയിൽ ആക്ടേഴ്സിനോട് അങ്ങനെയല്ല വരുന്നത്. മെയിൽ ആക്ടേഴ്സിനോട് ഒരു കുറച്ചുകൂടി പേർക്ക് ഇന്നയാളോട് മമ്മൂട്ടിയുടെ കൂടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പോലെ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും വരിക. അത് ഇപ്പോഴത്തെ കുറച്ചുകൂടി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ സ്വഭാവത്തിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ക്ലിക്ക് ബേറ്റ് ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു വിവാദം ക്രിയേറ്റ് ചെയ്യണം. ഒന്നുകിൽ ഒരു വിവാദത്തെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണം വരണം, അല്ലെങ്കിൽ ഇവരുടെ വായന എന്തെങ്കിലും ഇപ്പം അവതാരകനെ തെറി വിളിച്ചാണെങ്കിൽ അവതാരകനെ തെറി വിളിച്ച് നായിക ഇന്ന് തലക്കെട്ട് കൊടുക്കാറുണ്ട്. ഒരു തംനെയിൽ ഡ്രിവൺ ആക്ടിവിറ്റിയാണ് ഇതിനെ കാണുന്നത്. തംനെയിലിൽ അപ്പോൾ ഒരു അവതാരകൻ പറയുകയാണ്, ഇപ്പോൾ അവതാരകൻ തെറി വിളിച്ച് നിങ്ങൾ നിർത്തിപ്പോയിക്കൂടെ ചങ്ങാതി, ഇത് ഇങ്ങനെയാണോ ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ക്ലിക്ക് ആവുമല്ലോ എന്ന് കരുതുന്ന രീതിയിലാണ് ഈ ഡിസൈൻ സെറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഞാൻ പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പിലാണ്. നമ്മളിപ്പോൾ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പാണെങ്കിലും ഈ നമ്മുടെ കണ്ടന്റിന്റെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നമുക്ക് പറയാം നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മളത് കാണില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ എണ്ണപ്പെരുക്കം കുറഞ്ഞാൽ അത് 10 ലക്ഷം പേര് കാണുന്നിടത്ത് ഈ പറയുന്ന 10 പേരിലേക്ക് ചുരുങ്ങിയാൽ ഈ പരിപാടി നിർത്താൻ പറ്റുന്നതാണ്. അല്ലാതെ നമുക്കത് നിയമപരമായി നിർത്താൻ പറ്റുമോ, അതിന് ലീഗൽ അമെൻമെന്റ് എന്നുള്ളതൊക്കെ എത്രത്തോളം പോസിബിൾ ആണെന്ന് പറയില്ല. ഇത് സമൂഹമാണ് ഇതിൽ ജാഗ്രതയാണ്. നമ്മളല്ലേ നമ്മള് മറ്റേ വാറ്റുചാരായത്തിനെതിരെ പ്രതിരോധിച്ചിട്ട് വാറ്റുചാരായം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ സമൂഹത്തിന്റെ പ്രതിരോധമാണ് ഉണ്ടാവേണ്ടത്. അത് യൂത്തിന് ഗംഭീരമായ റോളുണ്ട്. നമ്മൾ കാശ് മുടക്കിയിട്ടുള്ള ഡാറ്റ, നമ്മളുടെ വാല്യുബിൾ ടൈം, ഇത് നമ്മളെ ഇമാതിരി കോപ്രായങ്ങൾക്ക് കളയില്ല. ഇമാതിരി കോമാളികൾക്ക് വേണ്ടി നമ്മൾ കളയില്ല. ഇത്രയും കോമാളികളുടെ കോമാളിത്തരം കേൾക്കാൻ വേണ്ടിയിട്ട് എന്റെ ഇത്രയും വില കൂടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട ആമസോൺ വാങ്ങിച്ച ഹെഡ്ഫോൺ പോലും ചീത്തയാക്കില്ല, ചെവിയും ചീത്തയാക്കില്ല, കണ്ണും ചീത്തയാക്കില്ല എന്ന് കരുതിയാൽ നമ്മൾ എപ്പോഴും പറയില്ലേ കണ്ണ് ചീത്തയാവും നമുക്ക് ഭയങ്കര കാര്യമായിട്ടല്ല. കണ്ണും ചെവിയും നമ്മുടെ തലച്ചോറും ചീത്തയാക്കില്ല എന്ന് ചിന്തിച്ചാൽ ടേക്ക് അവേ ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാവും. ഒരു അവസാന ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. നമ്മുടെ മൈക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ പോകുന്ന, അതായത് ഈ കറന്റ് സിറ്റുവേഷനിൽ പോകുന്ന ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഭാവി ഒരു 5-7 വർഷത്തിനുള്ളിൽ എന്തായിരിക്കും? ഭാവി ഭയങ്കര ശോഭനമാവും. ഭാവി ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയില്ല 18 to 35 ആണ് ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പ് എന്നുള്ളത്. അവരുടെ പൊളിറ്റിക്കൽ ഓറിയന്റേഷനും സെൻസിബിലിറ്റിയിലുമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞു പോകുന്ന തലമുറയിലല്ല, വരാനിരിക്കുന്ന തലമുറയിലുള്ള ഷിഫ്റ്റ് തന്നെയാണ്. അത് ഞാൻ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 നമ്മളുടെ ഇന്റർവ്യൂസും സംഗതിയും. കാരണം വെച്ചാൽ ഇതിന്റെ വിസിബിലിറ്റി പദ്ധതിയായിട്ടാണ്. ഇപ്പം നമ്മളുടെ ചിലപ്പോൾ കമന്റിൽ വരും, നോക്കൂ ഈ കണ്ടന്റ് ഒന്നും 1 മില്യൺ ആവുന്നില്ലല്ലോ. ഞങ്ങളെക്കാളുള്ള ആശങ്ക ഉള്ള വ്യൂവേഴ്സാണ് നമ്മുടെ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള വ്യൂവേഴ്സാണ്. അതായത് ഞങ്ങളുടെ ഇന്റർവ്യൂവിനെ കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പുറത്തേക്ക് എത്തിയിട്ടുള്ളത് അത് പ്രചാരകരായിട്ടുള്ളത് അതിന്റെ ഓഡിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ട് ഞങ്ങളൊരു നിഷിൽ വർക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ എണ്ണം കൂടുമെന്നാണ്, അല്ലെങ്കിൽ അതിന്റെ എണ്ണം കൂടുന്നുണ്ട്. നമ്മൾ വെറുതെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റയോ അല്ലെങ്കിൽ ഏതെങ്കിലും റീൽസോ കണ്ടിട്ട് നമ്മൾ അയ്യോ ഇത് 75 ലക്ഷം പേര് കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ആശങ്കയിൽ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആശങ്കപ്പെട്ട് കാര്യമില്ല. ഡിജിറ്റൽ മീഡിയയെ ബന്ധപ്പെട്ട് ഈ പറയുന്ന ഭരണകൂടത്തിന്റെ നിയന്ത്രണം, റെസ്ട്രിക്ഷൻസ് സംഗതിയൊക്കെ ഒരു ഭാഗത്തുണ്ടാവും. അപ്പോഴും ഇതിനെ ഞാൻ കാണുന്നത് മലയാളി എന്ന് പറയുന്നത് മലയാളി ഡയസ്പോറയാണ്. അത് ലോകത്തിന്റെ പല കോണിലുള്ള ആളുകളാണ്. ഇതിലെല്ലായിടത്തുമുള്ളവർക്ക് ഇതിന്റെ എന്റെ ക്വാളിറ്റി ടൈം ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെക്കുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം ഗ്രോ ചെയ്യും. പ്ലാറ്റ്ഫോമിന് പലതരം പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ പോലും ഈ പറഞ്ഞ പ്രോഗ്രാമേറ്റഡ് ആഡ് എന്ന് പറയുന്ന ഫേസ്ബുക്കും യൂട്യൂബും തരുന്ന റവന്യൂവിലല്ല നമ്മുടെ പ്ലാറ്റ്ഫോം സസ്റ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് അഡ്വർടൈസ്മെന്റിലാണ്. ആ ഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ് പോസിബിൾ ആവുന്നത് ഇതിന്റെ ഗുഡ് വില്ലാണ്. ഈ ഗുഡ് വില്ലുള്ള പ്ലാറ്റ്ഫോമിൽ ഞാൻ എൻ്റെ പരസ്യം നൽകാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ,
ഈ പറയുന്ന തെറി വിളിക്കുന്ന കോമാളികൾ ഇപ്പം ഞാൻ പിന്നെ ഈ പറയുന്ന ഒരു വെകിളി പരിപാടി ചെയ്യുന്ന ഒരു സ്പേസിൽ ഞാൻ ഒരാളെ കൊണ്ടിരുത്തിയിട്ട് ഞാൻ ആളുകളുടെ പേര് പറഞ്ഞിട്ട് കൈൻഡ് ഓഫ് കുറേ ആളുകളുണ്ടല്ലോ പാരലൽ വേൾഡ്. ഒരു പാരലൽ വേൾഡ് ഇന്റർവ്യൂ നടത്തുന്ന ഒരു സ്പേസിൽ പരസ്യം കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇവിടെ പരസ്യം പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ലീഡിങ് ബ്രാൻഡ് കൂടി തീരുമാനിക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും ഞങ്ങളിതിൽ ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്. കാരണം ഇതൊരു ഡിക്ലൈൻ ഇൻഡസ്ട്രി ആയിട്ട് പോലും ഞാൻ കാണുന്നില്ല. ഞാൻ ആളുകളോട് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതിനെ കൺസിഡർ ചെയ്തിട്ട് മുന്നോട്ട് വരാവുന്ന സംഗതിയാണ്. കാരണം ഇപ്പോൾ നമ്മൾ വെറുതെ ക്രിയേറ്റിഫിക്കേഷൻ ഒക്കെ പറയും, ക്രിയേറ്റേഴ്സ് ഡ്രിവണായിട്ട് കൂടുതൽ പ്ലാറ്റ്ഫോം ഉണ്ടാവണം. ജേർണലിസ്റ്റുകളെ വെല്ലുന്ന തരത്തിൽ ഇൻഡിവിജ്വൽസ് ക്രിയേറ്റേഴ്സും വന്നിട്ട് ഗംഭീരമായിട്ട് എക്സ്പ്ലെയിനേഴ്സ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, വീഡിയോ ഉണ്ടാക്കുന്ന ആളുണ്ട്, പിന്നെ ഇന്റർവ്യൂസ് ചെയ്യുന്ന ആളുണ്ട്. ഒരു ജേർണലിസം പശ്ചാത്തലത്തിൽ എത്രയോ പേര് ഗംഭീരമായി ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, പല സെഗ്മെന്റിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ക്വാളിറ്റിക്ക് മേൽക്കൈയുള്ളൊരു സംഗതിയായിട്ട് ഇത് മാറും. അത് ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്. Audience. രണ്ട് ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം ഒരു 3 ആഴ്ച മുമ്പ് ചോദിക്കേണ്ടായിരുന്നു. കേരളത്തിലെ ആ സെഷനിൽ സാറും സഖാവ് സ്വരാജുള്ള സെഷനിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കലാലയങ്ങളിൽ ജെൻസി ആണ് കലാലയം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കലാലയത്തിലുള്ളത്. ഇങ്ങനെയുള്ള കലാലയങ്ങളിൽ അരാഷ്ട്രീയവാദം ഇപ്പോൾ കുറച്ച് കൂടുതൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിൻ്റെ ഉപചോദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ക്യാമ്പസിൽ പിന്നെ ക്യാമ്പസ് കലാലയ രാഷ്ട്രീയം ഇല്ലാത്തൊരു ക്യാമ്പസാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ന്യൂസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കലാലയ രാഷ്ട്രീയത്തിൻ്റെ നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം കാണിച്ചുകൊണ്ട് കലാലയ രാഷ്ട്രീയം ഒരു തെറ്റാണ്, നിങ്ങൾ അതിലേക്ക് നീങ്ങരുത് എന്നുള്ള ഒരു നെറേറ്റീവ് ആക്ച്വലി മീഡിയ കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള സംശയം. ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായമുണ്ട്? ഇതൊന്നും ഇതിന്റെ കൂട്ടത്തിൽ ഒന്നും കൂടി ചോദിക്കാം. എന്റെ ഒരു സംശയമാണ്. ഒന്ന്, ഈ കലാലയ രാഷ്ട്രീയമായിട്ട് വന്നിട്ട് കലാലയ രാഷ്ട്രീയം എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു മീഡിയ നെറേറ്റീവ് ഉണ്ട്. അതെപ്പോഴും ജനറലൈസ് ചെയ്യുന്ന 1-2 ഇൻസിഡന്റ് ആണ്. ഞാൻ വ്യക്തിപരമായിട്ട് കലാലയ രാഷ്ട്രീയം വേണമെന്നും എല്ലാ സംഗതിയിലും രാഷ്ട്രീയം വേണമെന്നുള്ളതാണ്. നമുക്ക് ഒരു വ്യക്തിക്ക് രാഷ്ട്രീയം ഉണ്ടാവണം എന്നുള്ള കാര്യത്തിലാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ കക്ഷി രാഷ്ട്രീയം മാത്രമല്ലല്ലോ, നമ്മളുടെ തെരഞ്ഞെടുപ്പിൽ, ആലോചനയിൽ, നമ്മുടെ ജീവിതത്തിന് എല്ലാ കോണിലും അങ്ങനെ ഒരു രാഷ്ട്രീയ മൂല്യം ഉണ്ടാവുമല്ലോ. അപ്പൊ കലാലയ രാഷ്ട്രീയം വേണം എന്ന് പറയുന്ന അത് തിരിച്ചു വരണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ അർത്ഥത്തിലും. പിന്നെ മീഡിയ അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. കലാലയ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ പോലും രാഷ്ട്രീയം പോലും ഭയങ്കര കുഴപ്പം പിടിച്ചാണ് ആളുകൾ മുഴുവൻ അടിച്ചു. ഞാൻ എപ്പോഴും ഇതിലുണ്ടല്ലോ, എല്ലാ മേഖലയുടെയും പുഴുക്കുത്തുകളെ, എല്ലാ മേഖലയിലെയും എതിർക്കപ്പെടേണ്ട സംഗതികളെ, എല്ലാ മേഖലയുടെയും തെറ്റായ കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുകയും ചർച്ച ചെയ്യുകയും വേണം. പക്ഷെ അവിടെ നിങ്ങൾ ഒരു ജനറലൈസ് ചെയ്യാന്നുള്ളതല്ലോ, ആ ജനറലൈസ് ചെയ്യുന്നതിന് പ്രശ്നം, അതിന് നെഗറ്റീവ് സൃഷ്ടിക്കുന്നതിന് പ്രശ്നം പ്രധാനമാണ്. നമ്മളെപ്പോഴും വിചാരിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അക്കാഡമിക് സംഗതിയെ ഏതോ തരത്തിൽ ഇടിച്ചു കളയുന്ന, ചോർത്തിക്കളയുന്ന ഒരു സംഗതിയാണ്. അല്ലല്ലോ. നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള രാജ്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യമായിട്ടുള്ള രാജ്യത്തെക്കുറിച്ചും കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ ലെഗസിയുള്ള ഭരണകർത്താക്കളായ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകൾ നോക്കൂ. ഈ പറഞ്ഞ ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോയവരുണ്ട്. ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഭയങ്കര ബാഹ്യശക്തികൾക്ക് സ്വാധീനമുള്ള ഒരു സംഘടനാക്രമവും സംവിധാനമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവണമെന്നാണ്. നമ്മൾ വെറുതെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ കഴിഞ്ഞ 15 വർഷം ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ക്രിയാത്മക പ്രതിപക്ഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും കരുത്തുറ്റ റിഫ്ലക്ഷൻ, അതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുള്ള ക്യാമ്പസിനാണ്. ഇന്ത്യയിലെ ക്യാമ്പസുകൾ എന്നാണ് ഏറ്റവും നന്നായിട്ട് ഡിസെന്റ് പുറത്തേക്ക് വന്നത്. രണ്ടാമത്തെ ചോദ്യം ഇപ്പോഴത്തെ മാധ്യമരംഗത്തെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ഈ അടുത്ത് സ്മൃതി പരുത്തിക്കാട്ടിൽ ഒരു ഇന്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി.
അപ്പോൾ അതിൽ പറഞ്ഞത് സമകാലിക മാധ്യമ പ്രവർത്തനത്തിൽ നമ്മൾ കുറച്ചും കൂടെ ആക്ടിങ്ങും കൂടെ വേണം, ആങ്കറിങ്ങിൻ്റെ കൂടെ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറയുണ്ടായി. പറഞ്ഞു വരുന്നത് അതൊരു ഇപ്പോൾ നമ്മൾ പ്രിന്റ് പിന്നെ വിഷ്വൽ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച മഹാകുംഭമേളയിൽ ഒരുപാട് ആൾ മരിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ആർട്ടിക്കിൾ പറഞ്ഞത് ഇങ്ങനെയുള്ള വലിയൊരു സംഭവം നടക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും മരിച്ചു പോകും, അത് സ്വാഭാവികമാണ് എന്നുള്ള രീതിയിലാണ് അവർ നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ഭരണകർത്താക്കളുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ചുമതലയാണ് ഒരു പൗരന്റെ ജീവൻ ഈ ലോകത്ത് നിലനിർത്തുക എന്നുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ തന്നെ വളരെ വളച്ചൊടിക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ മീഡിയകൾ തന്നെ ഇതിനെ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭരണകർത്താക്കൾക്ക് വേണ്ടിയിട്ട് തൊഴിലൂക്കുന്ന രീതിയിലുള്ള ഒരു മീഡിയ പ്രവർത്തനം നമ്മുടെ നാഷണൽ മീഡിയാസും ഒരു പരിധി വരെ നമ്മുടെ കേരളത്തിലെ മീഡിയാസും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസ് ആണ് ഒന്ന് ക്യൂ, പിന്നെ ട്രൂ കോപ്പി സിംഗ്, പിന്നെ മലബാർ ജേണൽ പോലുള്ള കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മീഡിയ കൊണ്ട് നടക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തെ ബാക്കിയുള്ളവരുടെ മാധ്യമ പ്രവർത്തനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങൾക്ക് ആരോടാണ് ആത്യന്തികമായിട്ട് കടപ്പെട്ടിരിക്കേണ്ടത്, മാധ്യമങ്ങൾ ആരോടാണ് അവരുടെ ഉത്തരവാദിത്വം പ്രാഥമികമായി കാട്ടേണ്ടത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അത് പൊതുസമൂഹത്തോടാണ്, സമൂഹത്തോടാണ്, രാജ്യത്തെ പൗരന്മാരോടാണെന്നാണ് ഞാൻ വരുന്നത്. അത് തിരിച്ചാകുമ്പോൾ പരസ്യദാതാക്കളോട്, കോർപ്പറേറ്റുകളോട്, ഭരണകർത്താക്കളോടാകുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പുഴുക്കുത്തുകളും വിസംഗതികളും ഉണ്ടാവും. അത് ഏറ്റവും കൂടുതലാവുന്ന ഒരു കാലത്താണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് നിയന്ത്രിത മാധ്യമങ്ങളാണ് നമ്മൾ ഈ പറയുന്ന നമ്പറുകൾ എടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളല്ലേ. അതിന് മാറ്റാൻ പറ്റില്ല. എന്നുവെച്ചാൽ ആ കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് അവർ ആ ചാനൽ വാങ്ങിക്കുന്നത് പോലും, അല്ലെങ്കിൽ ആ മാധ്യമങ്ങൾ. അതായത് പ്രാദേശികമായിട്ട് എടുത്തു കഴിഞ്ഞാലും ഞാൻ നെയിം ഡ്രോപ്പ് ചെയ്യുന്നില്ല, മേലിൽ നിന്ന് താഴോട്ട് കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നെയിം ഡ്രോപ്പ് ചെയ്യുന്നില്ല, പേടിയിൽ കൊണ്ടല്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ എല്ലാം ഉള്ള എന്തുകൊണ്ടാണ് ചാനലുകൾ ആളുകൾ വാങ്ങിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകളുടെ വരുമാനം അവർ നടത്തുന്ന പെട്രോ കെമിക്കൽസ് മറ്റ് ഇൻഡസ്ട്രിയായി ബന്ധപ്പെട്ട് ഭയങ്കര ചെറിയ വരുമാനമുള്ളത്. പക്ഷെ അതിൻ്റെ സ്വാധീന ശേഷിയുണ്ട്. നോക്കൂ, ഈ രാഷ്ട്രീയ പാർട്ടിക്ക്, ഈ ഭരണകക്ഷിക്ക് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു വിധേയത്വം, നിങ്ങളെ ഈ പറയുന്ന പൊതുപ്രതലത്തിൽ ഈ രീതിയിൽ വാഴ്ത്തിപ്പാടുന്ന ഒരു സംഘമായി നമ്മളിതിനെ മാറ്റിക്കളയാം, അപ്പോൾ നിങ്ങൾ പകരം ഞങ്ങൾക്ക് ഇന്ന ആനുകൂല്യങ്ങൾ ചെയ്തു തരുമോ എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ വിധേയത്വമാണ് ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ ഇതിൻ്റെ ആരുടെയാണോ ആ മൂലധനം അവർ തീരുമാനിക്കുന്നത്. പിന്നെ ഈ ഞാനൊരു ഇൻഡിവിജ്വൽ ഇതെന്നുള്ളതല്ല, ടെലിവിഷൻ്റെ കാര്യത്തിൽ ടെലിവിഷനെ കുറച്ചുകൂടി GEC എന്നാണ്, ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽ എന്നുള്ളതാണ് നമ്മൾ ഏഷ്യൻ മൂവീസ്, ഏഷ്യാനെറ്റ്, സൂര്യ TV പോലത്തെ പറയുന്നത്. മറ്റേ ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ന്യൂസ് ചാനലിനും ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനലിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ കുറച്ചുകൂടി ഷോയാണ് ആളുകൾ കാണുന്നത് എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ പെർഫോമൻസിനാണ് പ്രാധാന്യം നൽകേണ്ടത്. നമ്മൾ നേരത്തെ സിംഗേഴ്സ് മൈക്ക് എടുത്തിട്ട് പാടുമായിരുന്നു, അതിലൂടെ പെർഫോം കൂടി ചെയ്യുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിലൊരു ഷോ സെറ്റ് ചെയ്യണം, ഇതൊരു പെർഫോം ചെയ്യണം. ഇതൊരു മരണമാണെങ്കിലും മരിക്കാൻ സാധ്യതയുള്ള ഒരാളുടെ വേണ്ടിയിട്ടുള്ള തെരച്ചിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പിന്നെ പ്രധാനപ്പെട്ട ദുരന്തമാണെങ്കിലും അവിടെയെല്ലാം പെർഫോമൻസിൽ ഊന്നണം എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഉമ്മൻചാണ്ടിയുടെ മരണവും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയാൽ എങ്ങനെയാണ് അതിൻ്റെ ടെലിവൈസ് ഷോയുടെ ഏറ്റവും വികൃത രൂപങ്ങൾ ഉണ്ടായിട്ടുള്ളത് വ്യക്തമാണ്. അതെന്താ വെച്ചാൽ റേറ്റിംഗ് ആണ് മാറ്റർ, കൂടുതൽ പേര് കാണുക എന്നുള്ളത്. ഇതിൻ്റെ എല്ലാത്തിനും എന്ന് വെച്ചാൽ നമ്പറുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്, എണ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്, അല്ലാതെ ക്വാളിറ്റി എന്നുള്ളത് അവരുടെ കൺസേൺ ആവുന്നില്ല. Any more questions? നേരത്തെ പറഞ്ഞു ചോയ്സിനെ പറ്റി, നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ന്യൂസ് കാണുകയാണ്, അതിനൊരു ന്യൂസ് വാല്യൂ ഇല്ലാന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ ന്യൂസ് ചാനൽ മാറ്റും, അതേ ന്യൂസ് തന്നെ ആ ചാനലിൽ വരും. അങ്ങനെ ഒരു 30 ചാനൽ ഉണ്ടെങ്കിൽ 30 ചാനലിലും ആ സെയിം ന്യൂസ് ആയിരിക്കും നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ രാഷ്ട്രീയമായിട്ടെടുത്താലും ഇപ്പം ഈ പാർട്ടി ഒന്നിനേക്കാൾ മെച്ചമാണെന്ന് കരുതിയിട്ടല്ല നമ്മളതിന് വോട്ട് ചെയ്യുന്നത്, ഇവർക്കൊരു ചാൻസ് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കുള്ളൊരു ചോയ്സ് എന്ന് പറയുന്നത് ഒന്നും കാണാതിരിക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ട് സഹിക്കുക. അപ്പൊ അതിലൊന്നാണ്. അപ്പൊ സാർ ചോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബെറ്റർ ചൂസ് ചെയ്യാന്നുള്ളതാണോ അതോ ഒന്നും കാണാതിരിക്കുക, അങ്ങനെ ഒരു ഇതിനെയാണോ സാർ ചോയ്സ്? ഇടപെടൽ എന്നാണ് അതിന്റെ മലയാളത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇടപെടൽ, അതായത് നിങ്ങൾക്ക്
ഭരണതലത്തിൽ രാഷ്ട്രീയ തലത്തിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കൂടി ഭാഗവാക്കായിട്ട് ആ മാറ്റത്തിന്റെ ഭാഗമാണെന്നാണ്. നിങ്ങൾക്ക് ഗാലറിയിൽ ഇരിക്കാൻ അവിടെ ഓപ്ഷൻ ഇല്ല, മാറ്റം ഉണ്ടാവണമെന്നാണ്. നിങ്ങൾക്ക് ഗാലറിയിൽ ഇരിക്കും. അത് കക്ഷി രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലാണെങ്കിലാണ് സാമൂഹികമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ കാര്യത്തിലാണ് നോക്കി ഈ ചാനലുകളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ പറ്റും, ഏത് തരത്തിൽ പ്രതിഷേധിക്കാൻ പറ്റും? അതിന്റെ എണ്ണം പെരുകുമ്പോൾ, പ്രതിഷേധത്തിന്റെ പ്രതിരോധത്തിന്റെ എണ്ണം പെരുകുന്ന സമയത്ത് രാഷ്ട്രീയപരമായിട്ട് മാറ്റം ഉണ്ടാവും, സാമൂഹികമായിട്ടുണ്ടാവും, മാധ്യമരംഗത്ത് മാറ്റം ഉണ്ടാവും. എന്നുവെച്ചാൽ നമ്മൾ ഈ പറയുന്നത്, ഞാനിവിടെ ഇരിക്കുന്നത് മാധ്യമമാണ് ചർച്ചയാവുന്നതേ ഉള്ളൂ. നമ്മൾ സമൂഹത്തിൽ ഓരോ കോണിലും പല തരത്തിലുള്ള ഈ പറയുന്ന ഇത്തരം പ്രവണതകളുണ്ട്. അപ്പോൾ ആ പ്രവണതകളെല്ലാം ഏതെങ്കിലും ഘട്ടത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഒരു കൂട്ടുത്തരവാദിത്വം അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു കളക്റ്റീവ് ഇടപെട്ടുകൊണ്ടാണല്ലോ. അതിലെനിക്ക് കണക്ട് പറയാൻ രവീഷ് കുമാർ ഈ ഹിന്ദി NDTV എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്ഥാനത്ത് ഇറങ്ങിയതിനു ശേഷം പുള്ളിയുടെ തന്നെ സ്വന്തം ചാനൽ വീഡിയോ ഇറക്കിയ സമയത്ത് പുള്ളി പറയുന്നുണ്ട്, ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയുന്നത് പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടും എന്തോ ഒരു കത്തെഴുതി വാങ്ങിച്ചതല്ല, എനിക്ക് അങ്ങനെ കറക്റ്റോ കത്തെഴുതി വാങ്ങിച്ചതല്ല, അത് ഉപ്പു സത്യാഗ്രഹവും കുറെ പോരാട്ടമൊക്കെ നടത്തിയിട്ടാണെന്ന്. പോരാട്ടം നടത്തിയ ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ഏത് തരത്തിലുള്ള വിപ്ലവകരമായ മാറ്റത്തിനും സാധ്യതയുണ്ട്, അത് സാധ്യമാണെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. ഹോപ്പ്ലെസ് ആവേണ്ടതില്ല ഒരു കാര്യത്തിലെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നുള്ളത്. അപ്പൊ കുറച്ച് എക്സെപ്ഷൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് യൂത്ത് ആരെങ്കിലും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോയ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നെങ്കിലും അങ്ങനെയാണ് സാർ വിശ്വസിക്കുന്നത്. മാറ്റത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല, മാറ്റത്തിന് വേണ്ടി കളത്തിലിറങ്ങണം. മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, മാറ്റത്തിന് കളത്തിലിറങ്ങണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇടപെടൽ ഉണ്ടാവുക എന്നറിയല്ലോ, ആ ഇടപെടലിലാണ് എല്ലാം നടന്നിട്ടുള്ളത്. നമ്മൾ വായിച്ച ചരിത്ര പുസ്തകത്തിലെ സാമൂഹിക പാഠത്തിലൊക്കെ നോക്കൂ, ഇങ്ങനൊരു രീതി, ഇങ്ങനൊരു ആചാരം ഉണ്ടായിരുന്നു, ആ ആചാരം പിന്നീട് മാറി എന്ന് നമ്മളൊരു വരി കേട്ടിട്ടുണ്ടെങ്കിൽ അത് മാറി എന്നുള്ളത് സ്വാഭാവികമായിട്ട് കാറ്റ് വന്നപ്പോഴും മഴ വന്നപ്പോഴും മാറി എന്നല്ല. ഒരു കൂട്ടം മനുഷ്യർ പുറത്തിറങ്ങി, അവരുടെ പ്രതിഷേധം ഉണ്ടായി, പ്രതിരോധം ഉണ്ടായി, സമരരൂപങ്ങളുണ്ടായി, അങ്ങനെ മാറി എന്നാണ്. ക്യാമ്പസുകളിൽ പോലും അങ്ങനെയാണ് മാറുന്നത്. നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്ത എക്സാമ്പിൾ, ഒരു ഹോസ്റ്റലിൽ ഏതെങ്കിലും തരത്തിൽ ഹോസ്റ്റൽ കൈൻഡ് ഓഫ് കർഫ്യൂ, ഹോസ്റ്റലിൽ മാധ്യമങ്ങളുടെ വാർത്തയിലായിരിക്കില്ല മാറ്റുന്നത്. എന്ത് മാധ്യമങ്ങളുടെ വാർത്ത ഒരു 10% ആയിരിക്കും, ബാക്കി 90% എന്ന് പറയുന്നത് ഈ പറയുന്ന സമരരൂപങ്ങളോ പ്രതിഷേധങ്ങളോ പ്രതിരോധങ്ങളോ അതിനിടയിലുള്ള ഡിസെൻഡിൽ തുടങ്ങുന്ന മാറ്റമാണ്. അടുത്ത വർഷം കോഡ്ലെസ് നയിക്കാം. മാധ്യമങ്ങള് നിഷ്പക്ഷമായിരിക്കുകയാണ് എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള കാര്യമാണ്. പക്ഷെ മാധ്യമങ്ങൾക്ക് എപ്പോഴും നിഷ്പക്ഷമായിരിക്കാൻ പറ്റുമോ, അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അതായത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ ഒരു ശരിയുടെ പക്ഷം അല്ലെങ്കിൽ ഒരു അനീതിയാണെങ്കിൽ അതിനെതിരെയുള്ള പക്ഷം മാധ്യമങ്ങൾ പിടിക്കേണ്ടതില്ലേ? അതിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു വിശാലമായ സ്വഭാവത്തിൽ പറയുകയാണെങ്കിൽ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയം വേണം, പക്ഷം വേണം, നിഷ്പക്ഷമാവേണ്ടെന്നാണ് ഇരിക്കുന്നത്. പൗരന്റെ പക്ഷമായാൽ മതി എന്നുള്ളതാണ്. അവിടെ പൗരന്റെ പക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ വിശാലത്തിൽ നീതിയുടെ പക്ഷമാവും, ഒരു സമരം വരുമ്പോൾ സമരത്തിന്റെ പക്ഷമാവും, അനീതിക്ക് എതിർവശത്തുള്ള ഒരു പക്ഷമാണെന്നാണ്. അത് അതിന്റെ പക്ഷം, രാഷ്ട്രീയ പക്ഷം ഉണ്ടാവണമെന്ന് വരുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇന്റർവ്യൂകൾ കാണാറുണ്ട് സാറിന്റെ. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സിനിമ എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ഒരുപാട് പണം ചെലവാക്കി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം അത് പുറത്ത് വരുന്ന സമയത്ത് അത് റിവ്യൂ ചെയ്യപ്പെടുന്നതിനെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. അപ്പം പലരും അതിനെ വളരെ ടോക്സിക് ആയിട്ട് അതിനെ റിവ്യൂ ചെയ്യപ്പെടുകയും അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ പോകുന്നതും, അതിപ്പോൾ അതിനെക്കുറിച്ചുള്ള കമന്റുകൾ നോക്കുകയാണെങ്കിൽ മതപരമായി രാഷ്ട്രീയപരമായി പല ഫാൻ ഫൈറ്റുകൾ രീതിയിൽ അതിനെ റിവ്യൂ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇത് എന്താണ് ഈ റിവ്യൂ ചെയ്യപ്പെടുന്ന, എങ്ങനെയാണ് ഇതിനെ ഒരു ബാധിക്കുന്ന, ഒരു സിനിമയെ എത്രത്തോളം അത് ഗുണകരം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വളരെയധികം ബാധിക്കുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ചെറിയ പടത്തിന് ഒരു വലിയൊരു റിവ്യൂ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ രീതിയിൽ അത് ബാധിക്കപ്പെടാം. അപ്പം ക്യൂവിൻ്റെ തന്നെ ചില ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ ഞാൻ ചിലപ്പോൾ കാണാറുണ്ട്, ബെറോസ് ക്രിസ്മസ് ഗിഫ്റ്റ് ആണോ, അതുപോലെ തന്നെ പ്രാവിൻകൂട് ഷാപ്പ് ചെത്ത് ഷാപ്പാണോ, ഈ ചോദ്യങ്ങൾ ഇതുപോലെ കാണാറുണ്ട്. അപ്പൊ എന്താണ് ഈ റിവ്യൂവിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം?
അത് ഈ ലാസ്റ്റ് പറഞ്ഞത് റിവ്യൂ സ്വഭാവത്തിലല്ല, ഒരു ഫീഡ്ബാക്ക് ഡ്രിവൺ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിലുള്ള അന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാവുന്ന ആളുകൾക്ക് ഇതാണെന്നാണ്. പിന്നെ അതിലൊരു ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുന്നതിൽ എനിക്കും വേർഡിങ്സിൻ്റെ കാര്യത്തിൽ എനിക്കും എതിരെ അഭിപ്രായമുണ്ട്. പിന്നെ റിവ്യൂവിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് റിവ്യൂ എന്നുള്ളത് നിങ്ങൾ എതിനെയൊക്കെ വിളിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. നമ്മളൊരു സിനിമയ്ക്കെതിരെ ഒരു വ്യക്തിഗത സ്വഭാവത്തിലോ അല്ലെങ്കിൽ എന്നാൽ അത് നേരത്തെ പറഞ്ഞ ഒരു ക്ലിക്ക് ബേറ്റ് ഡ്രിവൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റിനെയാണോ നിങ്ങൾ റിവ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമായ ഗ്രാഹ്യതയോടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു അനലിസ്റ്റ് സ്വഭാവത്തിലോ അല്ലെങ്കിൽ ഒരു വളരെ ഡീപ്പ് ഡൈവ് നടത്തുന്ന ഒരു സംഗതിയാണ് റിവ്യൂ പറയുന്നതാണ്. പിന്നെ നല്ല സിനിമ എന്ന് പറയുന്ന ക്വാളിറ്റിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല സിനിമയ്ക്ക് ഏതുതരം റിവ്യൂവിനെയും അതിജീവിക്കാൻ പറ്റുന്നതാണ്, ഏതുതരം റോസ്റ്റിങ്ങിനെയും റിവ്യൂവിനെ അതിജീവിക്കാൻ പറ്റുന്നതാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ പ്രശ്നമുണ്ട് റിവ്യൂ എന്നുള്ള വിളിപ്പേരിൽ എന്തിനൊക്കെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ. ചില സാധനങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഒരു ക്യാമ്പയിൻ പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൂടെ വരുന്ന സംഗതികൾ കൂടിയുണ്ട്. നമുക്ക് പിന്നെ അതിൻ്റെ എന്ത് തരത്തിലത് വരുന്നു, അതിന് പിന്നിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞൊരു പ്രശ്നമാണ്, നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തണം. പക്ഷെ മലയാളി പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ എല്ലാത്തിനും മലയാളി പ്രേക്ഷകർക്കാണെങ്കിലും റിവ്യൂവിനെ മാത്രം ആശ്രയിച്ച് സിനിമ കാണുന്നവരാണ് പ്രേക്ഷകരെന്ന് തോന്നുന്നില്ല. കാരണം അതിനേക്കാൾ വലുതാണ് മൗത്ത് പബ്ലിസിറ്റി എന്ന് തോന്നുന്നു. നമ്മളിപ്പം ഞാൻ പറയില്ല, നമ്മൾ ഈ നമ്മുടെ കൂടെയുള്ളവരെ കൂടി ആശ്രയിക്കും, ഡിപ്പെൻഡ് ചെയ്യും, അവരുടെ വാക്കുകൾക്ക് കൂടി ചെയ്യും. അങ്ങനെ ഒരു റിവ്യൂവറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാവില്ല സിനിമ ആണെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് സാറിന്റെ അഭിപ്രായമാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച ഒരു വിവാദം നടന്നിട്ടുണ്ട്. വിവാദമൊരു സംഭവത്തെ തുടർന്ന് ഇന്ത്യ ഗോട്ട് ലേറ്റന്റ് എന്ന പ്രോഗ്രാമിൽ രൺബീർ അലഹബാദി നടത്തിയ ജോക്കാണോ എന്താ അതിനെങ്ങനെ വിളിക്കുമെന്ന് എനിക്കറിയില്ല. അതിനോട് ടോട്ടൽ ഇന്ത്യൻ പോപ്പുലേഷൻ എങ്ങനെയാണോ അതിനോട് റിയാക്ട് ചെയ്തത്, എസ്പെഷ്യലി പൊളിറ്റീഷ്യൻസ്, അതിനെ കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഒരു വ്യക്തി അതിൽ കേരളത്തിനെ കളിയാക്കി, അതൊരു ഒരു റോസ്റ്റിംഗ് പ്രോഗ്രാമാണ്. സോ അതിനോട് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ ഓരോ ചില ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഫാക്ട്സും നമ്പേഴ്സൊക്കെ വെച്ചിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ള രീതിക്ക് ഇങ്ങനെ പറയുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താ ഈ 3 ഇൻസിഡൻസിനെ കുറിച്ച്? ഞാൻ റിവേഴ്സ് ഓർഡർ വരാം. ഈ കേരള ലിറ്ററസി കണക്ട് ആയിട്ടുള്ള സംഗതികളെ സംബന്ധിച്ചോളം എല്ലാവരും ആ റീലിലാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊന്ന് റോസ്റ്റിംഗ് പോലും വളരെ ഗൗരവത്തിലെടുക്കാവുന്നവരല്ല കൂടുതൽ പേരും. അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ആൻറ്റി കേരള നെഗറ്റീവ്, കേരള സ്റ്റോറിയൊക്കെ വന്നുകൊണ്ട് ഒരു ആൻറ്റി കേരള നെഗറ്റീവ് ട്വിറ്ററിലാണെങ്കിലും മറ്റ് ഹാൻഡിലാണെങ്കിലും വരുന്നത് തുടർച്ചയായി കണ്ടതിൽ നിന്നാവാം ഇതിനോട് കുറച്ചുകൂടി വൈകാരികമായ റിയാക്ഷൻ ഉണ്ടായത്. കേരളം എന്ന് പറയുന്ന സമയത്ത് ഒരു തരത്തിലും മെച്ചപ്പെട്ടതല്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് മിസ്ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പച്ച നുണകൾ ചേർത്തിട്ടുള്ള വ്യാജ നെഗറ്റീവാണ് നിരന്തരം നമ്മൾ കണ്ടിട്ടുള്ളത്. അത് രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു, ഭരണകർത്താക്കൾ പറയുന്നു, മന്ത്രിതലത്തിലുള്ളവർ പറയുന്നു. ഇവരെല്ലാം ഈ പറയുന്ന വ്യാജങ്ങൾ ആവർത്തിക്കുന്നത് കണ്ടിട്ടാവാം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു റോസ്റ്റിംഗ് പോർഷൻസിന് ഈ രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു ആന്റി കേരള നെഗറ്റീവ് തുടർച്ചയായി വരുമ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് ഇതുകൂടി ചേർന്ന് വരുന്നു. കേരളം നിരന്തരം ഈ രീതിയിൽ ഈ പറയുന്ന ആന്റി കേരള നെഗറ്റീവിന്റെ കാര്യമാണ്. പിന്നെ രൺവീറിന്റെ ആ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഒരു അപക്വതയോട് പ്രതികരിക്കേണ്ടത് ആ വിധത്തിലാണോ എന്നുള്ളൊരു അഭിപ്രായമാണ്. പിന്നെ ആ പറഞ്ഞ പോർഷൻസ് എല്ലാം റോസ്റ്റിംഗ് ആണെന്ന് കരുതുന്ന ആളുമല്ല ഞാൻ. കാരണം ഞാൻ അഭീഷിന്റെ അല്ലെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് കുറേ ഷോസും കൂടി നമ്മൾ കാണുന്ന സമയത്ത് ഒരു എപ്പോഴും പറയില്ല, നമ്മൾ ഒരു എന്താ പറയുക ഒരു പാകതയിലേക്ക് എത്തുന്ന കാലത്ത് ഒരു അപക്വമായ പ്രതികരണം എന്നുള്ള രീതിയിൽ വരുന്നതിന് സമയം ആക്രമിച്ചു കൊല്ലേണ്ട പ്രതികരണം എന്നാണോ പറയേണ്ടത് എന്നുള്ള സമയത്ത് ചിലത് അപക്വതകൾ കൂടിയാണല്ലോ. ഒരാൾ അപക്വതമായിട്ട് സംസാരിച്ചു എന്നുള്ളത് തന്നാൽ പിന്നെ അദ്ദേഹത്തിന്റെ അമ്മയുടെ ക്ലിനിക്ക് ആക്രമിച്ചേക്കാം, അദ്ദേഹത്തെ ആക്രമിച്ചേക്കാം, അദ്ദേഹത്തെ മീൻസ് ഈ ഫുൾ ക്യാൻസൽ ചെയ്തേക്കാം എന്ന് കരുതുന്നതിൽ ഒരു പ്രശ്നത്തെ ഞാൻ കാണുന്നത്. നമ്മൾ തിരുത്താനേ തയ്യാറാവുന്നില്ല എന്നൊരു സാധനമല്ലോ. തിരുത്തിക്കൂടിയാണല്ലോ ആളുകൾ ശരിയാവുന്നത്. നോക്കൂ, അത് അൺഫെയർ ആണ്, അതിലിങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചൂണ്ടിക്കാണിക്കാതെ അവൻ്റെ തീർത്ത് കളഞ്ഞേക്കാം എന്ന് വരുന്നതിലൊരു പ്രശ്നമാണ് കാണുന്നത്. പൊതുവേ നിൽക്കുന്ന ഹേറ്റ്രഡിന് ഭയങ്കര ഡിമാൻഡുള്ള ഒരു സ്പേസ് ആണ് സോഷ്യൽ ടച്ച് പോയിന്റ്. അതിപ്പോൾ ഞാൻ സോഷ്യൽ ടച്ച് പോയിന്റ് ജനറലി പറയും, കാരണം അത് ഇൻസ്റ്റാഗ്രാം ആണോ, ഫേസ്ബുക്ക് ആണോ, ട്വിറ്റർ ആണോ, വാട്സപ്പ് ആണോ എന്നൊന്നും നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല.
അവിടുത്തെ ഏറ്റവും സെല്ല് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സാധനം വെറുപ്പാണ്. നമുക്ക് ഈ സെഷൻ മൈൻഡപ്പ് ചെയ്യാം. എൻ്റെ അത്ര പെർഫെക്റ്റ് അല്ലാത്ത ക്ലാരിറ്റി കുറഞ്ഞ ക്വസ്റ്റ്യൻസിന് വളരെ ക്ഷമയുടെ ക്ലാരിറ്റിയും കൂടെ പറഞ്ഞ സാറിനും പിന്നെ ഇവിടെ നിന്ന് ഇത്ര സെഷൻ ഐ മീൻ ഫുൾ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാ ഓഡിയൻസിനും താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു. താങ്ക് യു ആസിയ, താങ്ക് യു NIT. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ ഫീഡ്ബാക്ക്, ക്യൂ സ്റ്റുഡിയോ ആക്ച്വലി ഈ പ്രോഗ്രാമിന് മുമ്പ് കണ്ടിട്ടുള്ള ഒരു ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോഴും നല്ല നിലക്കാണ് പോകുന്നത്. അതേ പറയുന്നത് ദ ക്യൂ എന്ന് പറയുന്നത് ഞങ്ങളുടെ ന്യൂസ് പ്ലാറ്റ്ഫോം ഫോളോ ചെയ്തിട്ടുള്ള ആളുകൾ അതുപോലെ ഒന്ന് മെച്ചപ്പെടുത്താനിരിക്കുന്നു. ഇങ്ങനൊരു സെഗ്മെന്റിലുള്ള ഒരു ഏജ് ഗ്രൂപ്പിനെ കാണുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടേ ഇതൊരു അവസരം കൂടിയാണല്ലോ ചോദിച്ചോളെ. താങ്ക് യു.